وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وتوفيقا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, നമ്മൾ എല്ലാ ആഴ്ചയിലും ഇവിടെ സംഗമിക്കുന്നത് പോലെ വീണ്ടും അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാൻ ഒരിക്കൽ കൂടെ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും പ്രവാചകനെ സത്യപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും അങ്ങനെ ആയി ജീവിച്ച് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ പരീക്ഷണത്തിൽ വിജയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ കൂടെ പരിശുദ്ധ സ്വർഗത്തിൻ്റെ ആരാമങ്ങളിൽ അതനുഭവിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിഭാഗത്തിന് പൊതുവെ നമ്മൾ പറയുന്ന പേരാണ്, അഥവാ നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് കക്ഷികളുണ്ട്, വിഭാഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം വ്യത്യസ്ത വിഭാഗങ്ങളും കക്ഷികളും രൂപപ്പെട്ടിട്ടുണ്ട്. ആ കക്ഷികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ജൂതന്മാർ 71 വിഭാഗമായി അവർ മാറിയിട്ടുണ്ട്. അപ്രകാരം തന്നെ ക്രിസ്ത്യാനികൾ അവർ 72 വിഭാഗങ്ങളായിട്ടും അവർ മാറിയിട്ടുണ്ട്. വസതഫ്തരിഖു ഉമ്മത്തി 73 ഫിർഖ, എൻ്റെ ഉമ്മത്ത് അവർ 73 വിഭാഗങ്ങളായിട്ടവർ മാറും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഏതാണ് ആ ഒരു വിഭാഗം? സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ ഒരു വിഭാഗം? അപ്പൊ അവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഏതാണ് ആ ഒരു വിഭാഗം? രണ്ട് രൂപത്തിൽ നമുക്ക് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എന്ന ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണവർ. കുട്ടിയൊക്കെ നമ്മളുടെ റൂള് ഫുൾ പെർമിഷനാണ്. അതുപോലെ നമ്മളിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഓൾക്ക് എന്തുകൂടെ ചെയ്യാം, മനസ്സിലായി? അതോടെ ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. വിഘ്നം നോക്കിയാൽ മതി, നമ്മൾ അപകടം പറ്റണ നോക്കിയാൽ മതി. അവർ പ്രയാസമില്ല, എനിക്ക് പ്രയാസമില്ല. എന്തില്ല, നമ്മളെ മക്കളങ്ങനെ ദീനിയായ അന്തരീക്ഷത്തിലൂടെ വളർന്നാലേ അവർക്ക് അതിൻ്റെതായ ഉണ്ടാവുള്ളൂ ഭാവിയിലൊക്കെ. അങ്ങനത്തെ നോക്കിയാൽ മതി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹിയൽ ജമാഅ, അത് അൽ ജമാഅയാണ്, ഇത് ഒരു സംഘമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കൽ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ക്ലാസ്സുകളിലും വ്യത്യസ്ത കാര്യങ്ങൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, സൽക്കർമ്മങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദഅവയിൽ വളരെ പിന്തുണ നൽകിയ വ്യക്തിയായിരുന്നു അബൂ താലിബ്. നമുക്കറിയാം, ആ അബൂ താലിബ് ഒരിക്കലും അബൂ താലിബ് സ്വർഗത്തിലല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷമാണ്. പക്ഷെ അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് അബൂ താലിബിനെ സ്വർഗം കിട്ടാതിരുന്നത്. അപ്പൊ ഈ ഹിദായത്ത് കിട്ടുക എന്നുള്ളതും ഹിദായത്ത് കിട്ടിയാൽ തന്നെ അത് നേർവരയിലാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പൊതുവെ നമ്മൾ ബാക്കിയുള്ളതിന്റെ അപ്പുറത്ത് ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ആ അൽ ജമാഅ ആരാണ് എന്നാണ് നമ്മൾ എപ്പോഴും പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സംഘം ഏതാണ് എന്ന് നമ്മൾ എപ്പോഴും പഠിക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു സംഘം എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഇൻ കുൻത വഹ്ദക് ഫഅൻതൽ ജമാഅ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘം എന്നോ ഒരു സംഘടന എന്നോ ഒരു പാർട്ടി എന്നോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഗ്രൂപ്പായി ഓല് മാത്രം ടീമായി നടക്കുക, അതൊന്നുമല്ല. അതിലും ആ വിഭാഗം ഉണ്ടാകും. മനസ്സിലായോ? ഇപ്പോൾ ഓരോ നാട്ടിലും ദഅവ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഘടനകളുണ്ട്, അതിനോരോ പ്രത്യേക പേരുകളുണ്ട്. ആ പേര് വേറെ സ്ഥലത്തുള്ള ആളുകൾക്കുണ്ടോ? ഇല്ല. ആ പേര് തന്നെ വേറെ രാജ്യങ്ങളിലെ ആളുകൾക്കുണ്ടോ? ഇല്ല. ഒരു വേറെ പേരിലാണ് നടത്തുന്നത്. അപ്പൊ പേരുകളല്ല, മറിച്ച് ഈ ആശയവും ആദർശവും ഉള്ള വിഭാഗത്തിന് എന്ത് പേരിട്ടാലും ഇനി എന്ത് പേരിട്ടില്ലെങ്കിലും അവരാണ് ആ ജമാഅ. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഇൻ കുൻത വഹ്ദക് ഫഅൻതൽ ജമാഅ. നീ ഒറ്റക്കാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ആശയവും ആദർശവും മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നീയാണ് അൽ ജമാഅ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അവസാന കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് മാത്രമായിരുന്നു അഹ്ലു സുന്നയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു 5-6 പണ്ഡിതന്മാരുണ്ടായിരുന്നു. മൗനം പാലിച്ച് മുഹമ്മദ് ബിൻ നൂഹിനെ പോലെയുള്ള ശബ്ദിച്ച ആളുകൾ ഉണ്ടായിരുന്നു, അവരെ കൊന്നുകളഞ്ഞു. ഇമാം അഹ്മദ് ബാക്കിയായി. മൗനം പാലിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം ഇമാം അഹ്മദ് മാത്രമായിരുന്നു അഹ്ലു സുന്നയായിട്ടുണ്ടായിരുന്നത് എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ മുഅ്തസിലിയാക്കളായിരുന്നു. അപ്പോ ആ അൽ ജമാഅയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എങ്ങനെ ജീവിച്ചുവോ അതിവിടെ വാളിഹാണ്. ഈ പകൽ വെളിച്ചത്തെക്കാളും അത് വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിക്കൽ നിർബന്ധമാണ്. പൊതുവേ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഭയങ്കര തിരക്കുകൾക്കിടയിലായിരിക്കും. അപ്പൊ ഒരു ഇഷ്യൂ വന്നാൽ, ഇഷ്യൂ ഉണ്ടാകുന്നത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 73 വിഭാഗമായി പിരിയുന്നതാണ്. അത് നബി നേരത്തെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഈ 73 വിഭാഗമായി പിരിയുമ്പോൾ അതിൽ ആരാണ് ഏറ്റവും നല്ലതിന്റെ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ആളുകൾ പൊതുവെ എന്താ ചെയ്യുക? ആളുകളുടെ ന്യൂട്രായി പോകും, അല്ലെങ്കിൽ ആളുകൾ പുറകിലേക്ക് പോകും, ഞാൻ ഒന്നുക്കില്ല. അതൊരു പരിഹാരമല്ല, അത് ഭീരുത്വമാണ്. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഒരു ഭൗതികമായ വിഷയത്തിൽ നമ്മൾ പറയില്ലല്ലോ. നമുക്കൊരു ജോലി കിട്ടുന്ന വിഷയത്തിൽ ഇടയ്ക്ക് നമ്മളൊരു 10 ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ 10 നമ്മൾക്ക് കിട്ടിയില്ല. അപ്പൊ 11ാമത്തെ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോകണമെന്ന് പറയും. ഇല്ലല്ലോ. എന്തുകൊണ്ടാ പറയാത്തത്? നമുക്ക് ആവശ്യമുണ്ട്, നമുക്കിവിടെ ജോലി ആവശ്യമുണ്ട്. നമ്മൾക്ക് കിട്ടിയ സാലറിയേക്കാളും മികച്ച ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു സംഗതി അറിയുകയും കിട്ടുകയും നേടുകയും വേണമെന്നുണ്ടെങ്കിൽ അതിന് അധ്വാനം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അൽ ജമാഅ ആരാണ് ഇത് മനസ്സിലാക്കണം. നമ്മൾ സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളൽ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ, ഞാൻ വളരെ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാണ് ഈ അൽ ജമാഅ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഈ അൽ ജമാഅ എന്ന് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള സിമാത്തുകൾ, അവർക്കുള്ള അടയാളങ്ങൾ, എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ഖുർആനും ഹദീസും വെച്ച് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യമുന്നൂന അലൈക്കും അൻ അസ്ലമു. ഇസ്ലാം എന്നുള്ളത് നമുക്ക് ഭയങ്കര നിഅമത്താണ്. അള്ളാഹു നമുക്ക് നല്ല തെരുമാറാവട്ടെ. അറാബികൾ വന്നിട്ട് നബിന്റെ അടുത്ത് ഇങ്ങനെ ഓലിക്ക് ഇസ്ലാം കിട്ടിയത് ഭയങ്കര എന്തൊരു ഫളലായിട്ട് നബിനോട് പറയണം. അത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആശയത്തിൽ. അപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ അവരെ തിരുത്തുന്നുണ്ട്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹ് നിങ്ങൾക്ക് ഈമാൻ തന്നത്, അല്ലാതെ നിങ്ങളെന്തല്ല ക്വാളിറ്റി അല്ല, നിങ്ങളെന്തോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതല്ല, നിങ്ങളെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതല്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ അത് പ്രവാചക കുടുംബങ്ങളിലും വലിയ വലിയ ആളുകൾക്കൊക്കെ കിട്ടേണ്ടത്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈമാൻ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ ഈമാനിന്, ഇസ്ലാമിന് 3 പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് വിട്ടേച്ചു പോയ ഈ ഇസ്ലാമിന് 3 പ്രത്യേകതകളുണ്ട്. ആ 3 പ്രത്യേകതകളിൽ ഒന്ന് അതിന്റെ ബഖാ ആണ്. ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിന് എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലും, ഇവിടെ ലോകത്ത് എല്ലാവരും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും തകരൂല. ഇസ്ലാം അതിന്റെ നേർരേഖയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ആശയാദർശങ്ങൾ ഇതുപോലെ ഇസ്ലാം അവിടെ ബാക്കി നിൽക്കും. 2, അതിന്റെ ഉമൂമിയത്താണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകൻ. അഥവാ ഓരോ
മതങ്ങളും ആ കാലഘട്ടങ്ങളിലേക്ക് മാത്രം, അതായത് ക്രൈസ്തവ മതം അതല്ലെങ്കിൽ ജൂതന്മാരുടെ അതൊക്കെ അവരുടെ പ്രവാചകന്മാരുടെയും അവരുടെ കാലഘട്ടത്തിൽ മാത്രമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു നമ്മൾക്ക് പൂർത്തിയാക്കി തന്ന ഇസ്ലാം അത് എല്ലാവർക്കും, നബി എല്ലാവർക്കും ഉള്ളതാണ്. പ്രവാചകൻ സഖലൈൻ, മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും, മനുഷ്യരിൽ തന്നെ ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മൂന്നാമത്തത് അതിന്റെ കമാലിയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം സമ്പൂർണ്ണമാണ്, മറ്റുള്ള ഒന്നിനെയും പോലെയല്ല. അതുകൊണ്ടാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതൻ വന്നിട്ട് കളിയാക്കിയത്, എന്താണ് നിങ്ങളുടെ പ്രവാചകന്റെ അവസ്ഥ? ഇച്കല്ലമാനിൽ ഖിറ, കക്കൂസ് കയറുന്ന കാര്യം വരെ നിങ്ങളെ നബി പറയണം. അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറഞ്ഞത് ഞങ്ങളെ നബിന്റെ ക്വാളിറ്റിയാണ്. മനസ്സിലായോ? ഞങ്ങളെ നബിന്റെ ക്വാളിറ്റിയാണത്, ഞങ്ങളെ മതത്തിന്റെ പൂർണ്ണതയാണത്. ഒരു മുസ്ലിം ബാത്റൂമിൽ കയറുന്ന കാര്യം വരെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ നബി ഞങ്ങളോട് വിട്ടേച്ച് പോയത്. മനസ്സിലായി? അത് നിങ്ങളെ ദീനിൽ നോക്കിയാൽ കാണൂല, അത് നിങ്ങളെ ദീനിൽ നോക്കിയാൽ കാണൂല. ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു മതത്തിന്റെയോ വേറെ ഒരു ആശയത്തിന്റെയോ ആദർശത്തിന്റെയോ വാല് തപ്പി പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഓൽക്കൊക്കെ അതുണ്ടല്ലോ ഞങ്ങൾക്കതില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് പരിതപിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഭൗതികമായും ഉഖ്റവിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് തലയണീറ്റ് ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിനെ പൂർത്തീകരിച്ച് തിരിച്ചു പോയിട്ടുള്ളത് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ജൂതനോട് മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ മൂന്നുമുള്ള മതമാണ് നമ്മൾ. ആ മൂന്നുമുള്ള മതത്തിന്റെ പൂർണ്ണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയി. പക്ഷേ അതിൽ പിന്നീട് വ്യതിചലനങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ മൂന്ന് വിശേഷണങ്ങളുള്ള മതം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, അതുള്ള ആളുകളും ഇവിടെ ബാക്കി നിൽക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അൽ ജമാഅക്കാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് പിന്നീട് വ്യത്യസ്ത പേരുകൾ ഉണ്ടായി. നമ്മളിങ്ങനെ പലപ്പോഴും പറയും, എന്തിനാ അപ്പൊ കുറെ പേരുകൾ ഇട്ട് അറിയുന്നത്? ആ പേരും അതിന്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ട്? അഹ്ലുസുന്നക്ക്, അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, നമ്മുടെ സലഫുകൾ നമുക്ക് കാണിച്ചു തന്ന ശീലമാണ്, മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നബിന്റെ കാലത്ത് ഒരു പേര്, പ്രത്യേകിച്ച് ഒരു പേരിലും അറിയപ്പെട്ടിട്ടില്ല. ഇസ്ലാമായിരുന്നു. ഞാൻ ചില ആൾക്കാർ, ഞാൻ മുസ്ലിമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നിലേക്ക് ഒരു പേരൊന്നുമില്ല. അത് ഈ കാലഘട്ടത്തിൽ മൻഹജു സലഫല്ല. എന്തുകൊണ്ട്? നബിയുടെ കാലഘട്ടത്തിൽ അത് മതിയായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഇസ്ലാമിൽ ഈ വിഘടനങ്ങൾ ഉണ്ടായി. ഈ വിഘടനങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അപ്പോഴാണ് ഖവാരിജികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നീട് മുഅ്തസിലിയാക്കൾ പുറത്തുപോയി, പിന്നീട് ജഹ്മിയാക്കളും അതേപോലെ തന്നെ ജഅദിയാക്കളും ഖദരിയാക്കളും ഒക്കെ ഒരു വളരെ കുറഞ്ഞ കാലഘട്ടത്തിന്റെ ഉള്ളിൽ വ്യത്യസ്ത ആശയങ്ങൾ, എന്നാൽ അസ്ലിൽ ഒരേ ആദർശം തന്നെ പേറിക്കൊണ്ട് പലരും പല ഭാഗങ്ങളിലൂടെ പോയി. ആ സമയങ്ങളിൽ അഹ്ലുസുന്നയുടെ അന്നത്തെ സലഫുകളായ നമ്മുടെ ആളുകൾ അവർ സ്വീകരിച്ച് എല്ലാവരും പറഞ്ഞു ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആൾക്കാരെന്ന്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ, ഞങ്ങളാണ് ത്വായിഫത്തുൽ മൻസൂറ. ഇതൊക്കെ എന്താണ്? ഇതൊന്നും അവർ സ്വന്തട്ട പേരുകളല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് വഹും ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ പറയുന്ന ഹദീസുകളിൽ നിന്ന് ഉൾക്കൊണ്ട് അവർക്ക് സ്വീകരിച്ച പേരുകളായിരുന്നു. പിന്നീട് എല്ലാവരും പറഞ്ഞു ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ സമയത്ത് സലഫുകൾ സ്വീകരിച്ച മാർഗമായിരുന്നു ഞങ്ങൾ സലഫുകളാണ്, അഥവാ സലഫികളാണ്, സലഫിന്റെ ആളുകളാണ്. അഥവാ എങ്ങനെയാണോ മുൻഗാമികൾ ഈ ദീനിനെ സ്വീകരിച്ചതും ആചരിച്ചതും അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് എന്നവർ സ്വീകരിച്ചു. അങ്ങനെയാണ് സലഫ് എന്നുള്ളതിലേക്ക്, സലഫി എന്നുള്ളതിലേക്ക് നമ്മുടെ ചേർത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പറയുമ്പോൾ എന്താവും? ഇത് അബൂബക്കർ ചെയ്തിട്ടുണ്ടോ, ഇത് ഉമർ ചെയ്തിട്ടുണ്ടോ, ഇത് ഉസ്മാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നീട് ആരും കാരണം അവരിൽ നിന്നല്ല അസ്ലു സ്വീകരിക്കുന്നത്, പലരും വ്യതിചലിച്ചു പോയ കക്ഷികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും അതിലേക്ക് ചേർത്ത് പറയുന്ന സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞ ചുരുക്കം ഇതാണ്. ഇനി ഈ അഹ്ലുസുന്ന വൽ ജമാഅക്ക് എന്താണ് അവർക്കുള്ള പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഹുമുൽ ജമാഅ, അവരാണ് അൽ ജമാഅത്തിന്റെ ആളുകൾ. ഇത് നമ്മൾ ഇനി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ചിലപ്പോൾ എല്ലാ സമയത്തെയും ക്ലാസ് പോലെ ഒരു ചരിത്ര ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫളായില് പറയലോ അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തെ ഗുണം, ഇത് നമ്മളിലുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കുറേ വിഘടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യം കേൾക്കുന്ന സമയത്ത് ഓൽക്ക് അങ്ങനെയല്ലോ ഇവർക്ക് ഇങ്ങനെയല്ലോ എന്നപ്പുറത്ത് അത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാന്നല്ല, പക്ഷെ എന്നിൽ ഇതുണ്ടോ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. എൻ്റെ ഉപ്പയിൽ ഇതുണ്ടോ, എൻ്റെ ഉമ്മയിൽ ഇതുണ്ടോ, എൻ്റെ ഭാര്യയിൽ ഇതുണ്ടോ, എൻ്റെ കുടുംബത്തിൽ ഇതുണ്ടോ, എൻ്റെ നാട്ടുകാരിൽ ഇതുണ്ടോ. ഇങ്ങനെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിലൂടെയാണ് ഈ ചിന്തകളുമായി നമ്മൾ ആദ്യം കടന്നു പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞു അത്തറഖി മിനൽ കിതാബി വസുന്ന ബിഫഹ്മി സലഫിൽ ഉമ്മ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടയാളം. ദീനിയായിക്കൊണ്ട് ഏതൊരു വിഷയം അവരുടെ മുന്നിൽ വന്നാലും
അവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് ദീനിനെ സ്വീകരിക്കുക. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് ദീനിനെ സ്വീകരിക്കുക. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർ ദീനിനെ സ്വീകരിക്കും. എങ്ങനെ സ്വീകരിക്കും? ബിഫഹ്മി സലഫിൽ ഉമ്മ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ ആ ഖുർആനിനെയും സുന്നത്തിനെയും സ്വീകരിച്ചത്, അതുപോലെ ആയിരിക്കും അവർ സ്വീകരിക്കുക. നമ്മുടെ നാട്ടിൽ ഇന്ന് പല വിധത്തിൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? പല വിധത്തിൽ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളും ദീനിനെ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ? ബുദ്ധിക്ക് ചിലത് യോജിച്ചിട്ടില്ലെങ്കിൽ അവർ ദീനിനെ തള്ളും. ഹലാം, സ്വപ്നങ്ങൾ ഭയങ്കര സംഭവമാക്കിയെടുത്ത് സ്വപ്നങ്ങളിലൂടെ സ്വീകരിക്കാൻ ഇന്നുമുണ്ട്. സ്വപ്നങ്ങൾ, ഞാനത് സ്വപ്നം കണ്ടു, ഞാനിത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് സ്വപ്നങ്ങളെ പരിഗണിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പലതും ഖുറാഫാത്തുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പലതുമുണ്ട്. ദീനിനെ വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ദീന് ഖുർആനും സുന്നത്തും പാടൊഴിവാക്കി മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അഹ്ലു സുന്നയുടെ പ്രത്യേകത വഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു വിഷയത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അഹ്ലു സുന്നന്റെ പ്രത്യേകത അതവർ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരത് മടക്കും എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. ഇത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമുക്കറിയാം, ഇസ്ലാമിൽ ആദ്യത്തെ ഭിന്നിപ്പുണ്ടായ സമയത്ത് ആദ്യത്തെ ഭിന്നിപ്പ് ഏതായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം പ്രവാചകന്റെ സ്വഹാബത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? ഖവാരിജുകൾ. അതായത് മസ്അല വിഷയമല്ല ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരുടെ ആര് ആകണമെന്നുള്ള ചർച്ച വന്നു. അവിടെയും അവർ തന്നെയാണ് സ്വീകരിച്ചത്. അതായത് ചില ആളുകൾ അൻസാറുകളാണെന്ന് പറഞ്ഞു, ചില ആൾക്കാർ മുഹാജിരീങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു, അങ്ങനെ അൻസാറുകൾക്ക് ബൈഅത്ത് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതും അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകണം. അബൂബക്കർ റളിയല്ലാഹു സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ സംസാരിക്കണം, ഞാൻ സംസാരിച്ചോളാം. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സംസാരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഖുറൈശികളിൽ നിന്നായിരിക്കണം അടുത്ത ഇമാം ഉണ്ടാകേണ്ടത് എന്ന നബിയുടെ സൂചകം പറയുകയും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ ഇമാമായിട്ടും ഒക്കെ നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന തെളിവുകൾ വെച്ച് അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്തു. ഖലാസ്, അവരെല്ലാവരും മടങ്ങി. പിന്നെ അവിടെ യാതൊരു തർക്കമല്ല. മനസ്സിലായോ? ഇനി അതൊരു ആ വിധത്തിലുള്ള തർക്കമല്ല, മറിച്ച് ആദർശപരമായി രണ്ടു ചേരിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഖവാരിജികളുടെ പിളർപ്പോടുകൂടെയായിരുന്നു. സഫീൻ യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകൾ കുന്തത്തിൽ ഖുർആൻ കുത്തിപ്പിടിച്ച് നമ്മൾക്ക് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ അവർ മാറിപ്പോയി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പോയി സംസാരിച്ച ഒന്നാമത്തെ വാചകം, ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് പ്രവാചകന്റെ സ്വഹാബിമാരുടെ അരികിൽ നിന്നാണ്. വമാ റഅയ്തുകും ഫീഹിം അഹദൻ, ആ സ്വഹാബിമാരിൽ ഒരാളെ പോലും ഞാൻ നിങ്ങളിൽ കാണുന്നില്ല. മനസ്സിലായോ? ഈ ഖുർആനും അവരെന്താ ആയത്തോതിയത്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമാണ് വിധി കൽപ്പിക്കാനുള്ള അവകാശമുള്ളത്. എന്തുകൊണ്ട്? അവർക്കിടയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. ചരിത്ര ദീർഘമായി ഞാൻ പറയണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വിധി കൽപ്പിക്കേണ്ടത് ആരാണ്? ഖുർആന് കൊണ്ട് നമുക്ക് വിധി പറയണം എന്നുള്ള ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാത്ത ആളുകൾ അവർ കാഫിരീങ്ങളാണ്, ഫാസിഖീങ്ങളാണ് എന്നുള്ള ഖുർആന്റെ പ്രധാനപ്പെട്ട 3 ആയത്തുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വാചകം പറഞ്ഞത്? വമാ റഅയ്തുകും ഫീഹിം അഹദൻ, അവരിൽ ഒരാളെ ഞങ്ങളിൽ കാണില്ല. ഈ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയാൻ ആർക്കാണ്? ഈ സ്വഹാബത്തിനാണ്. നിങ്ങൾ ഓതിയ ആയത്തെ ഏറ്റവും കൂടുതൽ അറിയാൻ ആർക്കാണ്? ഈ സ്വഹാബത്തിനാണ്. നിങ്ങൾ ഓതിയ ആയത്തിന് നിങ്ങൾ പറയുന്ന വിശദീകരണമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഈ പറഞ്ഞ സ്വഹാബിമാരിൽ ഒരാളെങ്കിലും ആരെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്നു? നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്വഹാബിമാരിൽ ഒരാൾ പോലും ഈ ആയത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലാക്കിയതാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തെ പ്രഥമ അഭിസംബോധിത സമൂഹമായ സ്വഹാബത്ത് എങ്ങനെയല്ല മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല മനസ്സിലാക്കിയത്. ഖലാസ്, 6000 ആളുകൾ ഒറ്റ വാക്കുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൂടെ പോകുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? 6000 ആളുകൾ. അപ്പൊ എത്ര ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടായിരിക്കുക? ഒറ്റ വാക്ക് കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൂടെ പോകുന്നു. പിന്നീട് അവരുടെ ആയത്തിലേക്ക് കടന്നു. 3 ആയത്തുകൾ അവർ ഓതി. 3 ആയത്തുകളെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹ് വിധി കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് ചോദിച്ചു, അങ്ങനെ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടായാൽ ഫഅസ്ലഹ,
പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സുൽഹിലേക്ക് എത്തണം. ആരാ സുൽഹിലേക്ക് എത്തുന്നത്? കുടുംബക്കാർ രണ്ട് ഭാഗത്തുനിന്നും, ഖുർആന്റെ ആയത്ത് പഠിച്ചിട്ടില്ല നമ്മൾ, രണ്ട് ഭാഗത്തുനിന്നുമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് സുൽഹിലേക്ക് എത്തണം. അപ്പൊ ആയത്തിന്റെ വിശദീകരണം എന്താണ്? ഖലാസ്, ബാക്കിയുള്ള 40 ആൾക്കാരും 4000 ആൾക്കാരും ഇങ്ങോട്ട് പോകുന്നു. ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് ആദ്യം എന്തുകൊണ്ടാണ്? ഖുർആന് കൊണ്ടാണ്, അല്ലേ? അത് ആരാണ് പോയി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്? ഒരു സ്വഹാബിയാണ് ഈ പോയിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. പ്രശ്നം തീർന്നു. അതോടുകൂടെ ഖാരിജീങ്ങൾ വേറെയും അസ്ഹാബ് അഹ്ലുസുന്ന വേറെയുമായി തിരിഞ്ഞു. അഹ്ലുസുന്നയുടെയും അല്ലാത്തവരുടെയും ഇടയിലുള്ള മാനദണ്ഡം എന്താണ് എന്ന് അന്നത്തോടുകൂടെ വ്യക്തമാവുകയും ചെയ്തു. ആ മാനദണ്ഡം എന്താണ്? തലഖി അൽ കിതാബ് വസുന്ന ബിഫഹ്മി സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ സലഫുകൾ, സ്വഹാബിമാരെങ്ങനെയാണോ ഈ ആയത്തുകൾ മനസ്സിലാക്കിയത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടുകൂടെ പ്രശ്നം പരിഹരിച്ചു. ഇതാണ് ഖിയാമത്ത് നാൾ വരെ മുസ്ലിം സമുദായത്തിൽ ഒരു പ്രശ്നമുണ്ടായാലുള്ള പരിഹാരം. ഇതാണ് കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ വർഷങ്ങളോളം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്നോ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നോ ഒരായത്ത് കാണിക്കാൻ പറ്റുമോ, ഒരു ഹദീസ് കാണിക്കാൻ പറ്റുമോ അവർക്കുണ്ടായില്ല. ആ ചോദ്യം ചോദിക്കുന്നതോടുകൂടെ അവർ തിരിഞ്ഞു പോകുകയായിരുന്നു. പക്ഷെ പിന്നീട് കൊട്ടപ്പുറ സംവാദത്തിലാണ് ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാർ ആയത്തുമായി വന്നത്. ഏതാണ് ആയത്ത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. നിങ്ങളുടെ മുമ്പുള്ളവരോട് ചോദിച്ചു നോക്ക്, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അവരാരെങ്കിലും ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള, അവരങ്ങനെ ചെയ്ത് നൽകി തന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഓതി അദ്ദേഹം. ആ സമയത്താണ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുല്ല, AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല, അവർ നീച്ചെന്ന് ചോദിച്ചത് ഇതിന്റെ ബാക്കി ഭാഗം ഓതണം. ആയത്ത് പകുതിയാണ് ഓതിയത്. ഇതിന്റെ ബാക്കി ഓതിയത്തിന് എന്ത് കിട്ടും? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് കിട്ടും. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ഓതിയ ഈ ആയത്ത് ഓതിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായിക്കൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ച സ്വഹാബിമാരോ അതല്ലെങ്കിൽ പൂർവ്വഗാമികളോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതോടുകൂടി അത് തീർന്നു, സംവാദം തീരുമാനമായി. ഞാൻ പറഞ്ഞത് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏതു കാലഘട്ടത്തിലുമുള്ള മാർഗമാണിത്. ഇതിൽ നിന്ന് തെറ്റിപ്പോലെ എന്താ സംഭവിക്കാം? നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ മരണപ്പെടുന്നതോടുകൂടെ തുടങ്ങുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഏറ്റവും പ്രധാനമായി. മനസ്സിലായോ? ഞാൻ പറയാം, ഭൗതിക വിഷയത്തിൽ നമ്മൾ ഒരു സോപ്പ് വാങ്ങാൻ പോയാൽ ഒരു സോപ്പ് എടുക്കുന്നല്ലോ പറയല്, ഞമ്മക്ക് പറ്റിയൊരു സോപ്പ് ഉണ്ട് അല്ലേ, ആ സോപ്പ് എടുക്കുന്ന പറയൽ. എന്തുകൊണ്ടാണ്? ഒരു ചെറിയ സോപ്പ് വാങ്ങുമ്പോൾ പോലും 10 കമ്പനികൾ, ലെക്സസും ഇവിടെ കിട്ടുന്ന ഏതാണ് ഡോവും ഏതൊക്കെയാണോ ഒക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് പരിചയമുള്ള, നമുക്ക് യോജിച്ചൊരു സാധനം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ എടുക്കുക. ഒരു സോപ്പ് വാങ്ങുന്നിടത്ത് പോലും നമ്മൾ താരതമ്യം നടത്തി നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത് നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ, ദീനിന്റെ വിഷയം വരുമ്പോൾ മാത്രം അതിങ്ങനെ എന്താ പറയാ, ഞാൻ തർക്കത്തിനില്ല തല്ലിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കേണ്ട സംഗതിയാണ്, അല്ലെ? സ്ത്രീകള് കുറച്ച് പഴക്കല്ല മൈദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചു നോക്കിയാൽ, നന്നാണ് അരിച്ചു നോക്കിയാൽ അതിനിങ്ങനെ സാധനം ഇങ്ങനെ 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 പോണാണ്. എന്താ? പീക്കളാണ്, പുഴുക്കൾ ഇങ്ങനെ പോണാണോ? അത് അരിച്ച് വൃത്തിയാക്കി അതിനെ നല്ലത് മാത്രം എടുത്തിട്ടാണ് അതുകൊണ്ട് ഉണ്ടാക്കുക. അത് ഇനി പൊടിയാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും. എന്തുകൊണ്ടാണ്? ആ അരിക്കൽ നമ്മുടെ ഭൗതിക കാര്യത്തിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ദീനിന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാവില്ല. അങ്ങനെ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തല്ലെങ്കിൽ സംഭവിക്കുക? ഫഇല്ലം യസ്തജീബു ലക്, നബിയെ മനസ്സിലാക്കിക്കോ, ഫഇല്ലം യസ്തജീബു ലക്, അവർ താങ്കൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ, എങ്ങനെയാണോ ദീനിനെ നിങ്ങൾ സമ്പൂർണ്ണമാക്കി പോയത്, ആ സമ്പൂർണ്ണമാക്കിയ കാര്യങ്ങൾക്ക് അവർ ഉത്തരം നൽകി, അതിനവർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഫഅലം, നബിയെ നിങ്ങൾ മനസ്സിലാക്കുക, ഫഇന്നമാ യത്തബിഊന അഹ്വാഅഹും, അവരവരുടെ ഇച്ഛകളെയായിരിക്കും പിന്നെ പിൻപറ്റുക. അവരവരുടെ ഇച്ഛകളെയായിരിക്കും പിൻപറ്റുക. ആ ഇച്ഛ എന്തായിരിക്കും? ആ ഇച്ഛ സ്വപ്ന വ്യാഖ്യാനങ്ങളായിരിക്കും, നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളായിരിക്കും. എന്താണ്? അതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. അജുവാക്കാരൊക്കെ ദിവസവും രാവിലെ 7 എണ്ണം കഴിച്ചാൽ ഒരാൾക്ക് വിഷബാധ ഏൽക്കില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളെ നാട്ടിലൊരു വലിയ പണ്ഡിതന്റെ ചോദ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷം കുടിച്ചിട്ട് അജുവാക്കാരൊക്കെ കഴിച്ചാൽ പോരെ? എന്തുകൊണ്ടാ? നബി പറഞ്ഞ നമുക്ക് മനസ്സിലാണില്ല. എന്താ നബി അങ്ങനെ പറഞ്ഞാല് അതിന് ഉൾക്കൊള്ളാനൊരു മടി? ഖുർആനില് തിരിച്ചു ചോദ്യം, ഖുർആനിൽ തേൻ അത് ശിഫയാണ് എന്നുണ്ടല്ലോ. ഖുർആനില് ഹദീസ് ആയതുകൊണ്ടാണല്ലോ ഈ ചോദ്യം വരുന്നത്. ഖുർആനിൽ തേന് ശിഫയാണെന്നുണ്ട്, ഇല്ലേ?
ഉണ്ട്. എന്താ, ഒരു 2 സ്പൂൺ തേനാണ് കുടിച്ചിട്ട് 2 ഗ്ലാസ് വിഷം കുടിച്ചാല് വടിയാവൂലേ ആള്? എന്താ? അപ്പൊ ഖുർആൻ പറഞ്ഞത് ശരിയല്ലേ? ഖുർആൻ പറഞ്ഞത് ശരിയല്ലേ? ഹദീസ് ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ ആ ചോദ്യം വരുന്നത്. ഖുർആൻ തള്ളാൻ പറ്റൂലല്ലോ. എന്താ? അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം? അത് മനസ്സിലാക്കണം. നബിയുടെ അരികിൽ ഒരാൾ വന്നു, വയറിന് സുഖല്ല. നബി പറഞ്ഞു തേൻ കുടിച്ചോ. അയാൾ കുടിച്ചു. വീണ്ടും വന്നു, സുഖല്ല നബി. വീണ്ടും കുടിച്ചോ പറഞ്ഞു. 3 പ്രാവശ്യം കുടിച്ചു, സുഖല്ല. നബി പറഞ്ഞു സ്വദഖല്ലാഹു വകദിബ ബത്നുക്. അല്ലാഹ് പറഞ്ഞത് ശരിയാണ്, എൻ്റെ വയറതിനെ കളവാക്കി. വളരെ സിമ്പിൾ ലോജിക്കാണ്. നല്ല പനി വന്നു, പാരസെറ്റമോൾ 3 ദിവസം കുടിച്ചിട്ട് മാറുന്നില്ല. എന്താ കാട്ടുക? നമ്മള് ദാഫഅത്തിലേക്ക്, നമ്മള് പിന്നെ ആന്റിബയോട്ടിക്സിലേക്ക് പോകും അല്ലേ? എന്നിട്ടും മാറുന്നില്ല. ഡോക്ടർ വീണ്ടും പോയി കാണും, ഒന്ന് പരിശോധിക്കും. അപ്പോ എല്ലാ പനി എന്തുകൊണ്ട് മാറൂല? അതിന്റെ അർത്ഥം പാരസെറ്റമോൾ കൊണ്ട് പനി മാറൂല എന്നാണോ? അതേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. പക്ഷെ ഇതുകൊണ്ട് അത് എല്ലാത്തിനും എല്ലാ വിഷത്തിനും മരുന്നാണെന്നാണോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറഞ്ഞിട്ടില്ല. എന്നാൽ അതുകൊണ്ട് ചെറുവിഷങ്ങൾ അതിനത് മരുന്ന്. അത് പുതിയ മെഡിക്കൽ സയൻസ് വരെ കണ്ടെത്തിയ കാര്യമാണ്. അങ്ങനെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയപ്പോൾ ഈച്ചന്റെ ഹദീസ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ സ്വീകരിച്ചു. എങ്ങനെ? ഈച്ച നിങ്ങളുടെ വെള്ളത്തിൽ വീണാൽ അതിന്റെ ഒരു ചിറകിൽ വിഷമാണ്, അടുത്ത ചിറകിൽ അതിനുള്ള ശമനവുമുണ്ട്. അതുകൊണ്ട് അത് ഈച്ച വീണാൽ നിർബന്ധമായിട്ട് അങ്ങനെ മുക്കി കുടിക്കണതിന് അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും അർത്ഥമല്ല. നമ്മളെ ചായ ക്ലാസ്സിൽ ഈച്ച വീണു, അതിന്റെ ആ ഹദീസ് പ്രാവർത്തികമാക്കിയേ പറ്റൂ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒഴിവാക്കി ആ ചായ ഒഴിവാക്കി വേറെ ചായ കഴിക്കാം. പക്ഷെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം എന്തുണ്ട്? അതിലുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു, ഇവര് ഈച്ച ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറയണ. മെഡിക്കൽ സയൻസ് അത് പ്രൂവ് ചെയ്ത സമയത്ത് കോഴിക്കോട് നടന്ന ഹദീസ് സെമിനാറിൽ 10 കൊല്ലം മുമ്പ് ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ അതേ ആളെന്നെ ഇസ്ലാമും ശാസ്ത്രീയ സത്യങ്ങളും എന്നുള്ള വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇസ്ലാം ശാസ്ത്രീയമാണെന്ന് പറയാൻ വേണ്ടി ഇതേ ഹദീസ് പറഞ്ഞു. നഅൂദു ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും അമുസ്ലിമായ കാഫിറായ ഒരു മനുഷ്യന്റെ ലാബിൽ എന്താ പറയാ അത് തെളിയിക്കുമ്പോൾ മാത്രം അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും മലിക്കുൽ ജബ്ബാറായ നാഥന്റെ അരികിൽ നിന്ന് കൊണ്ടുവന്ന വഹി കൊടുത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സില്ലായ്മയും ആ രോഗത്തിൽ നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി പറഞ്ഞ പിന്നെ നമുക്ക് എവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി നാളെ മെഡിക്കൽ സയൻസ് പറയണത് ഉണ്ടാവില്ല, നമ്മൾ വിശ്വസിക്കാതിരിക്കോ? ഇല്ല. അതാണ് പറഞ്ഞത് അത്തലഖി ബിനൽ കിതാബി വസ്സുന്ന ബിഫഹ്മി സലഫിൽ ഉമ്മ. ഇതാണ് അഹ്ലു സുന്ന. അഹ്ലു സുന്ന നബി പറഞ്ഞു, ഖുർആൻ പറഞ്ഞോ, ഖലാസ്. നബി പറഞ്ഞോ, സ്വഹീഹാണോ, പിന്നെ നമുക്കവിടെ ചോദ്യമല്ല. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇല്ലെങ്കിൽ ഇന്നമാ യത്തബിഊന അഹ്വാഅഹും, അവരവരുടെ ഇച്ഛകളെയാണ് അവർ പിൻപറ്റി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ മറ്റൊന്നെന്തായിരിക്കും? മറ്റൊന്ന് നമ്മളൊക്കെ നാട്ടിലുള്ളതുപോലെ ഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു ഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ ഔ ലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഞങ്ങളെ വാപ്പപ്പാര് ഇങ്ങനെ പോയതുപോലെ മതി. നരകത്തിലാണ് നിങ്ങൾ പറയുന്നത് തന്നെ, ആ നരകത്തേക്ക് ഞാനും പോയിക്കോളാം. അല്ലാഹു നഅൂദു ബില്ലാഹ്. അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. ഫമാ മൂസാ നബിയോട് ഫിറഔൻ ചോദിച്ചതാണത്. അങ്ങനെയാണെങ്കിൽ മൂസ പോയ വാപ്പപ്പാരൊക്കെ അവസ്ഥ എന്താണ്? ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസാ നബി പറഞ്ഞ ഉത്തരം നമുക്ക് പറയരുത്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദ്ലു റബ്ബി വലാ യൻസാ. ഓലെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ അരികിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കൂല, അള്ളാഹ് ഒന്നും മറന്നു കളിയില്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകും, നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാകും. അവരെ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യൂല? ചോദ്യം ചെയ്യപ്പെടൂല. കുറച്ച് തുറന്ന വേറൊരു ആയത്തിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ന്യായങ്ങളായിരിക്കും പ്രമാണം സ്വീകരിക്കുന്നിടത്ത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പോയാൽ ഒരാൾക്കുണ്ടാകുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് ഏതൊരു വിഷയം വരുന്ന സമയത്തും അത് എങ്ങനെയാണ് ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറ നബിദിനം നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് നോക്കിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സ്നേഹപ്രകടനമാണ് പലപ്പോഴും ഈ വിഷയത്തിൽ വരാറുള്ളത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം, അൽ വസതിയ്യത്തു വൽ ഇഅ്തിദാൽ. അഹ്ലു സുന്ന ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആണ് സ്വീകരിക്കുക ദീനിനെ. അതെങ്ങനെ? സലഫുകൾ എങ്ങനെ സ്വീകരിച്ചോ അപ്രകാരമേ സ്വീകരിക്കുകയുള്ളൂ. അതിനെ എങ്ങനെ സ്വീകരിക്കും? സലഫുകൾ സ്വീകരിച്ച രൂപം എന്താണ്? അൽ വസതിയ്യത്തു വൽ ഇഅ്തിദാൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിട്ടുണ്ട്. എന്താ വസതിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ പറയും ഞാൻ ഒന്നുക്കില്ല, അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്, ഇവിടെ വേറെ പ്രശ്നം, ഞാൻ ഒന്നുക്കില്ല, ഞാൻ അതിന്റെ മധ്യത്തിലാണ്. അതാണോ ഇസ്ലാമിലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ? ആണോ?
അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 10 ഇന്റർവ്യൂ കിട്ടി ഞാൻ ഒന്നിക്കില്ല, ഞാൻ ഇങ്ങനെ അങ്ങനെ നമ്മൾ തീരുമാനിക്കും. നമ്മൾ ഭൗതിക കാര്യത്തിൽ അത് തീരുമാനിക്കൂല അല്ലേ? ഇസ്ലാമിലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനായി പഠിപ്പിച്ചത് അത് സ്വീകരിക്കുക. അതാണ് മധ്യമ നിലപാട്. ലാ ഇഫ്രാത വലാ തഫ്രീദ്, ലാ ഗുലൂവ വലാ ജഫ. അതിക്രമിച്ച് അതിര് കടക്കലുമില്ല, ഒന്നും ചെയ്യാതെ പറ്റേ പിന്നോട്ട് പോകലുമില്ല. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് ദീനായി പഠിപ്പിച്ചത് അതിനെ സ്വീകരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഇയ്യാകും വൽ ഗുലൂ ഫിദ്ദീനി ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ ഫിദ്ദീൻ. നിങ്ങൾ ഗുലുവിനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുൻഗാമികൾ അവർ നശിച്ചില്ലാതെയായി പോയത് അവര് ഗുലുവിലേക്ക് പോയപ്പോഴാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു മഹബത്ത് റസൂൽ മാത്രം എടുത്ത് നോക്കിയാൽ മതി. നബിയോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചത് ആരാണ്? പ്രവാചകന്റെ സ്വഹാബിമാരെക്കാളും നബിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അവരെക്കാളും നമുക്ക് നബിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരോടുള്ള വിശ്വാസത്തിൽ പോലും, സ്വഹാബിമാരിലുള്ള വിശ്വാസത്തിൽ പോലും, അല്ലെങ്കിൽ അവരോടുള്ള ആദരവിൽ പോലും നമ്മൾ കാണിക്കുന്ന കുറവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമർ ബിൻ ഖത്താബിനെക്കാളും നബിയോട് സ്നേഹം നമുക്ക്, അബൂബക്കറിനെക്കാളും ഞാൻ നബിയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരാൾ പറയാം. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞ വാക്കാണ്. ആരെങ്കിലും ഞാൻ ഖലീലായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു. അഥവാ അങ്ങനത്തെ ഒരു ഖുല്ലത്ത് എന്നുള്ള ഒരു ദറജ പ്രവാചകനുണ്ടായിരുന്നുവെങ്കിൽ. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ സഹോദരന്മാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. ആ അബൂബക്കറിനെക്കാളും എനിക്ക് പ്രവാചക സ്നേഹം അതുണ്ടാകൂല. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതികൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ മാനദണ്ഡം. അതാണ് മാനദണ്ഡം, യാതൊരു സംശയമില്ല. അതാണ് മാനദണ്ഡം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ മസ്ജിദ് നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാടില്ല, ഒരിക്കലും ഇത് പാടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്നയെ ഭയപ്പെടുന്നു. വഅയ്യു ഫിത്നത്തിൻ, എന്ത് ഫിത്നയാണ്? ഇന്നമാ ഹുവ അംയാലുൻ അസീദുഹ, ഞാൻ കുറച്ച് മൈലുകൾ മാത്രം. നിങ്ങൾക്കറിയാം, മദീനയിൽ നിന്ന് പിന്നെ അബയാർ അലിയിലേക്ക് എത്രയുള്ളൂ? 6-7 കിലോമീറ്റർ ഉള്ളൂ. കുറച്ച് മൈലുകൾ മാത്രമല്ല ഞാൻ അധികരിപ്പിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ, അതും മദീനയിൽ നിന്ന് പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ നിന്ന്. അപ്പൊ അദ്ദേഹത്തോട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടിയത്? അവിടെ നിന്നാണ്, ആ മീഖാത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതിനേക്കാളും ഒരു നല്ല കാര്യം അത് നീ ചെയ്യലാണ് ഫിത്ന. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ആയത്ത് ഓതി കൊടുത്തു, لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഫിത്നയെ ഭയപ്പെട്ടുകൊള്ളട്ടെ. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങും, അതാണ് ഫിത്ന. അപ്പൊ അതിരി കിടക്കുക, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ബിൻ മറിയം, നിങ്ങൾ ഈസാ നബിയെ മറ്റുള്ളവർ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്, അത് പറഞ്ഞാൽ മതി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ അരികിൽ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് റഅയ്തു റിജാലൻ ബിൽ യമനി യസ്ജുദു ബഅ്ളുഹും ലിബഅ്ളിഹിം. യമനിൽ നിന്ന് നബി ആരെ യമനിലേക്ക് അയച്ചിരുന്നു? മുആദ് റളിയല്ലാഹു അൻഹു. നബിയെ അവിടുത്തെ ചില ആളുകളൊക്കെ അവരുടെ മുതിർന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ആളുകൾക്ക് സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അഫലാ നസ്ജുദു ലക്, ഞങ്ങൾ നിങ്ങൾക്ക് സുജൂദ് ചെയ്യട്ടെ. ലൗ കുൻതു ആമിറൻ ബശറൻ യസ്ജുദു ലിബശരിൻ ലഅമർതും മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. അപ്പോൾ നബി പറഞ്ഞത്, ആർക്കെങ്കിലും ആരോടെങ്കിലും സുജൂദ് ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യട്ടെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ സുജൂദ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അതുകൊണ്ട് എനിക്കൊരു സുജൂദ് അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള അതിര് കവിയുന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? ആ സമയത്ത് തന്നെ നുള്ളിയെടുക്കുകയാണ്. മാത്രമല്ല, ഒരു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വ്യക്തി നബി തിരുസവിധത്തിൽ എത്തിയിട്ട് പറയാണ്, യാ മുഹമ്മദ് യാ സയ്യിദനാ വബ്ന സയ്യിദിനാ വഖൈറനാ വബ്ന ഖൈരിനാ, ഞങ്ങളുടെ നേതാവേ, നേതാവിന്റെ മകനെ മുഹമ്മദ്. ഇങ്ങനെ നബി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്
ജനങ്ങളെ അലൈക്കും ബിതഖ്വാക്കും, നിങ്ങൾ തഖ്വ പാലിക്കണം. വല യസ്തഹ്വിയന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. വ അന മുഹമ്മദ് ഇബ്നു അബ്ദില്ല, ഞാൻ മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ്. പിന്നെയോ വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലുമാണ്. വല്ലാഹി മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗഖ മൻസിലത്തില്ലത്തി അൻസലനി, അല്ലാഹു എനിക്ക് നൽകിയ സ്ഥാനത്തെക്കാളും നിങ്ങൾ എന്നെ പൊക്കണത് എനിക്ക് ഇഷ്ടമില്ല. നമ്മളെ നാട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നബിയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ച 3 വ്യക്തികൾ ചരിത്രം നമുക്കറിയാം. ഞാൻ ഇനി എന്നും നിസ്കരിക്കും, ഞാൻ എന്നും നോമ്പായിരിക്കും, ഞാൻ കല്യാണം കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് പോയ 3 ആളുകളുണ്ട്. അതിശയപൂർവ്വം പ്രവാചക പത്നി ആ കാര്യം നബിയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം അവരെ വിളിച്ചു വരുത്തി ചോദിച്ചുറപ്പ് വരുത്തി അവരോട് പറയുന്നുണ്ട്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദ, നിങ്ങളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടെ വന്നു കണ്ട്? അതെ. അമാ വല്ലാഹി ഇന്നി ലാ അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ബി, എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, ഞാനാണ് ഏറ്റവും വലിയ മുത്തഖിയും ഞാനാണ് ഏറ്റവും വലിയ ഭക്തിയുള്ള ആളുകളെക്കാളൊക്കെ. എന്നിട്ട് പക്ഷെ ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, വാഫ്തിർ, ഞാൻ നോമ്പ് മുറിക്കാറുണ്ട്, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഔസല്ലി വർഖുത്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുമുണ്ട്. ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കണില്ല, ഞാൻ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുമുണ്ട്. വതസവ്വജുനിസ, എനിക്ക് ഭാര്യമാരുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വസത്തിയത്ത് എന്ന് പറഞ്ഞതാണ്. വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളൊരു മുസ്ലിം സമുദായത്തിൽ മസലകളുടെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒന്നുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല വസത്തിയത്ത്, മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാനൊരു കുഴപ്പക്കാരനല്ല, ചിലത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാകും അല്ലേ? മക്കത്ത് കുഴപ്പമുണ്ടായിട്ടില്ലേ നബിയോട് പോകുന്നത്? അപ്പൊ നമ്മള് കുഴപ്പമുണ്ടാണ് സംഗതികളൊന്നും പറയാതെ നല്ലുട്ടായിരിക്കുന്ന പരിപാടിക്കല്ല വസത്തിയത്ത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായോ? നബി ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്ന കാര്യം പറഞ്ഞാണ് പോരേണ്ടി വന്നത്. ഏറ്റവും വലിയ കുഴപ്പമുണ്ടായി ഇബ്രാഹിം നബിക്ക് തീക്കുണ്ടാരത്തിൽ. അപ്പൊ കുഴപ്പമുണ്ടാകും ചില കാര്യങ്ങൾ പറഞ്ഞാൽ, കുഴപ്പമൊന്നുമില്ലാത്ത നമ്മളൊരു നല്ല കുട്ടിയായിട്ട് ആർക്കും ഇടങ്ങാറൊന്നും ഉണ്ടാക്കാതെ ആർക്കും വിഷമൊന്നും ഉണ്ടാക്കാതെ അങ്ങനത്തെ ഒരു നയം സ്വീകരിക്കലല്ല മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കാണിച്ചു തന്ന കാര്യം എന്താണോ അത് പറയലാണ് മധ്യമ നിലപാട്. പക്ഷെ അത് പറയുന്ന സമയത്ത് അതിന്റെ ശൈലിയിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഫിറഔൻ എന്ന ഏറ്റവും വലിയ ധിക്കാരന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്താ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് പറഞ്ഞത്? മൂസാ നബിയോട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മൃദുവായി ലോലമായി പറയണം. അതിന് ചില ആൾക്കാർ പറഞ്ഞത് നമ്മളിങ്ങനെ സോപ്പും പൊതിയിൽ പൊതിഞ്ഞെടുത്തിട്ട് അങ്ങനെ, അതല്ല. പറയുന്ന രൂപത്തിന് ശൈലിക്കൊക്കെ പ്രധാനമുണ്ട്. ഒരു വലിയ ആളെടുത്ത് പോയിട്ട് അയാളുടെ സ്ഥാനത്തെയും മാനത്തെയും ഒന്നും ബഹുമാനിക്കാതെയോ ആദരിക്കാതെയോ അല്ലെങ്കിൽ പരിഗണിക്കാതെയോ പോയിട്ടാണ് സംസാരിക്കുക, അതാണോ? ഇല്ല, അതൊക്കെ കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഭരണാധികാരികൾ കത്തെഴുതിയത്? മിൻ മുഹമ്മദ് റസൂലില്ല ഇല ഹിർഖലിൽ അളീം, ബഹുമാനപ്പെട്ട ഹിർഖലിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുന്ന കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനിച്ചു. ബഹുമാനപ്പെട്ട ഹിർഖലിന് തന്നെയാണ് എഴുതിയത്. അപ്പൊ അവർക്കുള്ള സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അത് വാപ്പനോട് പറയേണ്ട ശൈലിയിലായിരിക്കില്ല മകനോട് പറയേണ്ടത് അല്ലേ? പുറത്ത് നമ്മളെ ഒരാളെടുത്ത് തെറ്റ് കാണുന്ന സമയത്ത് തിരുത്തുന്ന പോലെ ആയിരിക്കില്ല അതേ കൂട്ടത്തിൽ നമ്മളെ വാപ്പുണ്ടെങ്കിൽ അവിടെ സമീപിക്കേണ്ടത്. ദീനല്ലേ, ഹക്കല്ലേ, ഹദീസല്ലേ, കടക്കട്ടെ പറയാൻ പറ്റൂല. അത് ചിലപ്പോൾ നേരെ ദോഷാകുകയാണ് ചെയ്യുക. അതിനൊക്കെ ശൈലിയും രൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹക്കായിട്ട് സ്വീകരിക്കണം. അതാണ് വസത്തിയത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. മൂന്നാമത്തെ ഒരു സംഗതി കൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗദാത്തുൽ അഖബ അഥവാ യൗമുൻ നഹർ, ഏറിന്റെ ദിവസം, ഹജ്ജ് കഴിഞ്ഞുള്ള ഏറിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ഒട്ടകപ്പുറത്തുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ൽഖുത്ലി ഹസ, നിങ്ങൾ എനിക്ക് കുറച്ച് കല്ലെടുത്ത് തരും. നബി ഒട്ടകത്തിന്റെ പുറത്തിരിക്കുകയാണ്. അപ്പോ ബാക്കിയുള്ളവരോട് നബി പറഞ്ഞത്, എനിക്ക് കുറച്ച് കല്ല് എറിയാന് കുറച്ച് കല്ല് നിങ്ങൾ എടുത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫലഖത്തു ലഹു സബ്അ ഹസയാത്തിൻ, അങ്ങനെ ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര കല്ലാണ് എറിയാൻ എടുക്കാറുള്ളത്? എത്ര കല്ലാണ്? 7 കല്ല്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 കല്ലുകൾ എടുത്തു കൊടുത്തു. ഹുന്ന ഹസൽ ഹസ്ഫ് ഫജഅല യൻഫുദുഹുന്ന ഫീ കഫ്ഫിഹി വയഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂലേ നമ്മൾ, കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു. കയ്യിലിട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയാ ഇളക്കാണ്, ഇങ്ങനെ പൊക്കി താത്തിയിട്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസാല ഹഉലാഇ ഫർമുലു, ഇതുപോലത്തെ കല്ലുണ്ട് ഞങ്ങൾ എറിയേണ്ടത്. ജംറയിൽ കണ്ടിട്ടില്ല ഞങ്ങൾ ചെരുപ്പെടുത്തൊക്കെ എറിയും ചില ആൾക്കാർ. ചെരുപ്പെടുത്തെറിയും വലിയ കല്ലെ കൊണ്ട്, ശൈത്താനോടുള്ള ദേഷ്യം കൊണ്ട്. ശൈത്താനോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യം എങ്ങനെ തീർക്കേണ്ടത്? നബി തീർത്ത പോലെ തീർക്കേണ്ടത്.
ഈ എറിയണ കല്ല് ബാക്കെന്നൊക്കെ നിറഞ്ഞാല് ഇപ്പൊ പിന്നെ കുറച്ചും കൂടി സൗകര്യമുണ്ട്. പഴയ കാലത്തൊക്കെ ബാക്കെന്ന് നിറഞ്ഞാല് മറ്റേ മണ്ടമേക്കാരൻ പോയി ചിലപ്പോൾ ചാടുക. അള്ളാഹുവിന്റെ അതിഥിയായി വന്ന ഒരു ഹാജിയെ വേദനിപ്പിക്കൽ ഹറാമാണ്. ചെറിയ കല്ലാണ് ചിലപ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ സംഭവിച്ചാൽ പോലും. അപ്പോൾ അതിര് കടക്കരുത്, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അത് പഠിപ്പിച്ചത്? ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജുകൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി എറിയല്ല ചെയ്തത്, ആ കല്ലും അതിന്റെ വലിപ്പവും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ ഉമ്മത്ത് എങ്ങനെയായിരിക്കണം ദീനിനെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നിലപാടെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സംഭവത്തിന് ശേഷ നബി പറയുന്ന ഒരു വാക്കുണ്ട്, ആ വാക്യം നമ്മൾ മനസ്സിലാക്കണം. അംസാൽ ഹഉലാഇ ഫർമുൽ, ഇതേപോലെയുള്ളതുകൊണ്ട് ഞങ്ങൾ എറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സുമ്മ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പിന്നെ നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, എല്ലാ യോജനങ്ങളെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾ അതിര് കടക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സന്ദർഭത്തിലാണ് നബി പറയണത്. എന്നാ നടക്കണില്ലേ സമൂഹത്തിൽ? ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുമ്പുള്ള ആൾക്കാരെ നശിപ്പിച്ചത് ഈ അതിര് കടക്കലാണ്. ഒരു ചെറിയ എറിയുന്ന കല്ലിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിര് കടക്കരുത്. പിന്നെ എങ്ങനെ നമ്മൾ ദീനുൽ ഇസ്ലാമിൽ അതിര് കടക്കുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ സ്ഥിതി. മൂന്നാമത്തെ കാര്യം ലാ ഇമാമ ലഹും ഇല്ലാ റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുദൂന അഖ്വാലഹു കുല്ലഹു, എല്ലാം സ്വീകരിക്കുന്നത് അവർക്ക് നബി മാത്രമായിരിക്കും, അവരുടെ ഇമാമായിട്ട് നബി മാത്രമായിരിക്കും. അതായത് നമുക്ക് ഇമാമിയങ്ങളില്ലേ, മുസ്ലിം സമുദായത്തിന് ഇമാമുകളുണ്ട്. ഇമാം ഷാഫിഈ ഇമാമാണ്, ഇമാം മാലിക് നമ്മുടെ ഇമാമാണ്, ഇമാം അബൂ ഹനീഫ നമ്മുടെ ഇമാമാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇമാമാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇമാമാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നമ്മുടെ ഇമാമാണ്. സംശയമില്ല, ഒരു തർക്കമില്ല. അവരൊന്നും ഈ ഉമ്മത്തിന്റെ അയിമ്മത്തുകളാണ് എന്നുള്ളതിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഇമാമാരാണെന്നുള്ളതിൽ, നമ്മുടെ ഉലാത്തുമാർ നമ്മുടെ ഇമാമാർ, നമുക്ക് ആർക്കും സംശയമില്ല. അതല്ല അർത്ഥം, അവരൊക്കെ നമ്മുടെ ഇമാമുമാരാണ്. പക്ഷെ എന്താണ് നിബന്ധന? എന്താണ്? യഖുദൂന അഖ്വാലഹു കുല്ലഹു, അവരെന്തു പറഞ്ഞാലും തൊണ്ട തൊടാതെ സ്വീകരിക്കുന്ന ഇമാമാര് മാത്രമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇമാം മാലിക് പറഞ്ഞു, കുല്ലു യുഖദു മിൻ കലാമിഹി, എല്ലാവരുടെതിൽ നിന്നും സ്വീകരിക്കേണ്ടതുണ്ടാകും, വയുത്രക് തള്ളേണ്ടതുണ്ടാകും, ഇല്ല സാഹിബ് ഹാദിൽ ഖബർ. മദീന പള്ളിയിൽ നിന്ന് ഖുത്ബ നടത്തുമ്പോൾ മദീന പള്ളിയിൽ മിമ്പർന്ന് പറയാണ്, ഇല്ല സാഹിബ് ഹാദിൽ ഖബർ, ഈ ഖബറിന്റെ ഉടമ ഒഴികെ. ആരാണ് ഈ ഖബർ? റസൂലുള്ളാഹിന്റെ ഖബർ. നബിൻ്റെത് മാത്രമേ എന്തു പറഞ്ഞാലും അത് അങ്ങനെ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നാണ്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ എന്ത് തർക്കമുണ്ടായാലും അതിൽ അന്തിമ വിധി നബിയെ നിങ്ങളാണ് പറയേണ്ടത്. ഇന്നും നമ്മൾക്കിടയിൽ തർക്കമുണ്ടായാൽ അന്തിമ വിധി ഖുർആനും സുന്നത്തുമായിരിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് എന്തില്ല, അപ്പൊ നമ്മൾക്ക് ഈ ഇമാമാരൊക്കെ പൊതുവെ ആൾക്കാർ പറയുള്ളത്, നമ്മൾ ഇവര് ഇമാം ഷാഫിനെ സ്വീകരിക്കൂല, ഇമാം മാലിക്കിനെ സ്വീകരിക്കൂല, എല്ലാ ഇമാമുമാരെയും സ്വീകരിക്കും അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ആ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കർമ്മശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് 4 ഇമാമുമാരും ഓരോ മസ്അലയെയും എങ്ങനെ കണ്ടു മത്സരത്തിലാണ്. മനസ്സിലായോ? തല പാതി തടവണ, ഏറ്റവും നിസാരമായൊരു വിഷയമാണ്. നമ്മളെ ഒരു തല തടവണ വിഷയം നമുക്കൊക്കെ അറിയേണ്ട ഒരു വിഷയമാണ് പറയുന്നത്. തല തടവണം, അല്ലെങ്കിൽ കൈ ഇതുവരെ കഴുകണം അല്ലെ? ഇമാം മാലിക് റഹ്മഹുല്ലാഹ് എന്ത് പറഞ്ഞു? ഇമാം ഷാഫിഈ ജസ്റ്റ് തടവിയാൽ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എന്താണ് ഇമാം ഷാഫി അങ്ങനെ പറയാനുള്ള തെളിവ് അല്ലേ? എന്താണ് ഇമാം ഷാഫി അങ്ങനെ പറയാനുള്ള തെളിവ്? ഞാൻ ഫോണ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിന്റെ പകുതിയെ പിടിച്ചിട്ടുള്ളൂ. ഫോൺ പിടിച്ചോ? പിടിച്ചു. ഫോൺ ഫുള്ള് പിടിച്ചാലേ പിടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, ആണോ? അല്ല. അപ്പൊ തല തടവുക എന്ന് പറഞ്ഞാല് തലയുടെ ബാല് തടവിയാൽ, കുറച്ച് തടവിയാൽ തന്നെ എന്താണ്? തല തടവി. അതാണ് ഇമാം മാലിക്. ബാലെടുത്താൽ പോലും അത് ഇജ്സാ ആയി, അത് കാര്യം നടന്നു എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അതിൽ നിന്ന് തെളിവെടുത്തത്. അല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം നബി കാണിച്ചു തന്നു. എങ്ങനെ? തല മുഴുവൻ തടവുന്നതിന് ഇമാം ഷാഫി എതിരാണോ? അല്ല, ഇമാം ഷാഫിയുടെ അഭിപ്രായം തന്നെയാണ് തല ഫുള്ള് തടവണം തന്നെയാണ്. പക്ഷെ ഒരാൾ തലത്തിരി തടവിയാൽ തല തടവലായോ ഇല്ലേ, അതാണ് ഇമാം ഷാഫിയുടെ വിഷയം. അതിന് ഇമാം ഷാഫി പറഞ്ഞ തെളിവ് എന്താണ്? ഭാഷയിൽ ഒരാൾ ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു സംഗതി പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പിടിച്ചാലേ പിടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ല. അപ്പോൾ കുറച്ചടവേൽ തന്നെ അവന്റെ ഫർള് വീടിക്കഴിഞ്ഞു എന്നാണ് ഇമാം ഷാഫി. ഇതാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ പൂർണ്ണത എന്താണ്? അത് ഇമാം ഷാഫി പറഞ്ഞത് തന്നെയാണ്, ഇമാം ഷാഫിയുടെ അഭിപ്രായം തന്നെയാണ്. മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം എങ്ങനെ കാണിച്ചെന്ന് പുറകിൽ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നുള്ള ഹദീസ്. ഇതിന് ഉദാഹരണം പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ. അപ്പൊ ഇവരൊക്കെ ഇമാമുമാരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമല്ല.
അങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവരൊക്കെ അയിമ്മത്തുകളാണ്, മുസ്ലിം സമുദായത്തിന്റെ അയിമ്മത്തുകളാണ്. പക്ഷേ അവരുടെ വാക്കുകളിൽ എന്തുണ്ടാകും? ഇമാം ഷാഫിക്ക് രണ്ട് അഭിപ്രായങ്ങൾ, ജദീദായ ഖദീമായ കൗലുണ്ടായിട്ടുണ്ട്. ഇമാം ഷാഫിയുടെ പഴയ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഇറാഖിലും മിസ്റിലും വെച്ചിട്ട് രണ്ട് അഭിപ്രായങ്ങൾ, കൂടുതൽ പണ്ഡിതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല വിഷയങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇമാം നബവി പറഞ്ഞു, അദ്ദേഹം രണ്ടാമത് പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞതാണ് ശരി. എന്തുകൊണ്ട്? അതാണ് ഹദീസിനോട് യോജിക്കുന്നത്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു അൻ യദഅഹ ലിഖൗലി അഹദിൻ. ഒരാൾക്ക് സുന്നത്ത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും വാക്കിന് വേണ്ടി സുന്നത്തിനെ ഒഴിവാക്കരുത്. ഏതുപോലെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാൻ. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മത്തിന്റെ വലിയ നെടുന്തൂണായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരാണ് മുഹമ്മദ് ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഖാലി അബൂ യൂസുഫും. ഖാലി അബൂ യൂസുഫ് കൂഫയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. ആരെ കാണാൻ? മദീനയിലെ ഇമാം ആരാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സക്കാത്ത് ഫിത്ർ കൊടുക്കുന്ന സമയത്ത് സ്വായ കണക്കാക്കും. സ്വായ എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ സ്വായ എന്ന് പറഞ്ഞാൽ 8 റിത്ലിലാണ് ഒരു സ്വായ എന്ന് പറയാം. 8 റിത്ലുകൾ കണക്കാണ്. മദീനയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത് 5 റിത്ലാണ് ഒരു സ്വാ ആയിട്ടുള്ളത്. 5 റിത്ലാണ് ഒരു സ്വാ ആയിട്ടുള്ളത്. അപ്പോ പിന്നെ ഇമാം അബൂ യൂസുഫ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, എവിടെ നിങ്ങൾക്ക് ഇത് കിട്ടിയത്? കാരണം നമ്മളെ ഇമാം അബൂ ഹനീഫ പഠിച്ചിട്ടുള്ളത് 8 റിത്ലാണ് ഒരു സ്വാ എന്നാണ്. 8 റിത്ല് വേണം ഒരു സ്വാ ആകണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ പറയുന്നു 5 റിത്ലും മതി ഒരു സ്വാ ആകാൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇമാം മാലിക് അഹ്ദിറു മാ ഇൻദകും മിന സ്വാ. ഇമാം മാലിക് അവിടെ ഇരിക്കണ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ, മദീനയിലെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞ ആരാണ്? സ്വഹാബിമാരുടെ മക്കളോ പേരക്കുട്ടികളോ ആണ്. ഒന്നും പറഞ്ഞില്ല ഇമാം മാലിക്. ഇമാം മാലിക് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പെരി പോയി ഒരു സ്വായ കൊണ്ടുവരും, എല്ലാവരും ഒരു സ്വായ കൊണ്ടുവരും. എല്ലാവരോടും പറഞ്ഞു. ഫഅതാ അഹ്ലുൽ മദീനതി ഔ ആമതുഹും, അവിടെയുള്ള സാധാരണക്കാരും എല്ലാവരും ഓരോ സ്വായ, അവരൊക്കെ പെരിപ്പോൾ ഓരോ സ്വായ എടുത്തു കൊടുന്നു. ഒരു സ്വായ ഭക്ഷണമായിട്ട് വന്നു. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും പെട്ട ആളുകൾ. അപ്പോ അവരോട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, അല്ല ഇതാണ് ഒരു സ്വായ നിങ്ങൾക്ക് ആരോട് പഠിപ്പിച്ചത്? ആരോട് ഇരിക്കുന്നുണ്ട്? ആരിയ്ക്കുന്നുണ്ട്? ഖാലി അബൂ യൂസുഫ് അവിടെ ഇരിക്കുന്നുണ്ട്. ഹാദാ സ്വാഉൻ വറസ്തുഹു അൻ അബി ജദ്ദി സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ എൻ്റെ ഉപ്പയിൽ നിന്ന്, എൻ്റെ ഉപ്പ എൻ്റെ വല്ലിപ്പയായ നബിയുടെ സ്വഹാബിയിൽ നിന്ന് ആ താഴ്വരി വഴി ഞങ്ങൾക്ക് കിട്ടിയ അളവാണ് ഈ സ്വാ. മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാവരും ഇതേ ഉത്തരം പറഞ്ഞു. ഇതെനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ഇതാണ് ഒരു സ്വാ എന്ന് എനിക്ക് കിട്ടിയത് എൻ്റെ ഉപ്പയിൽ നിന്നാണ്. എൻ്റെ ഉപ്പക്ക് ഇത് കിട്ടിയത് വല്ലിപ്പയായ സ്വഹാബിയിൽ നിന്നാണ്. സ്വഹാബിക്ക് തുടർന്ന് കിട്ടിയത് നബിയിൽ നിന്നാണ്. ഖലാസ്. അബൂ യൂസുഫ് തിരിച്ചു മടങ്ങുന്നത് കൂഫയിലേക്ക് എങ്ങനെയാണ്? ഇപ്പൊ ഒരു സ്വാ, അബൂ യൂസുഫിന്റെ ഒരു സ്വാ എത്രയാണ്? 5 റിത്ലാണ്. എന്റെ ഇമാം അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അതന്നെയാണ് ശരി. ഉണ്ടോ? ഈ ഉമ്മത്തിലെ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം വലിയ ഖാളിയാണ് അബൂ യൂസുഫ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ ഇമാം ഷാഫിയോ മാലിക്കോ അബൂ ഹനീഫയോ അഹ്മദോ അവരൊന്നും അവരെ പിന്തുടരണം അല്ലെങ്കിൽ അവരെ അന്ധമായി പിൻപറ്റണം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവരിൽ തന്നെ അതിന് മാതൃകയുണ്ട്. പ്രമാണം മനസ്സിലാകുമ്പോൾ പ്രമാണത്തിലേക്ക് വരിക എന്നുള്ളതാണ് മഹാന്മാരെ നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചെന്ന ശീലവും ശൈലിയും. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബിനെ അന്ധമായി അനുകരിച്ചിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ മദ്ഹബിന്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ഇമാം ഷാഫിഈയോ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവിയോ അദ്ദേഹത്തിന് ശേഷം വന്ന റാഫിയോ ഇമാം റംലിയോ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരാരും സ്വീകരിച്ച കാര്യങ്ങളല്ല. ഉദാഹരണം പറഞ്ഞാൽ മയ്യത്തിന്റെ കൂടെ പോകുമ്പോഴുള്ള ദിക്ർ ചൊല്ലൽ, അല്ലേ? തോളിലേക്കാണ് എടുത്തു വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ പ്രത്യേക ശൈലിയുണ്ട്. നമ്മൾ കുറേ ചൊല്ലിയതാണത്. ആ ശൈലി ഉണ്ട്. അത് സാധാരണ ശൈലിയല്ല, അല്ലെ? കുട്ടിനാട്ടുമ്പോഴുള്ള ശൈലിയല്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ശൈലി. അതൊരു വേറെ കുറച്ചൊരു വൈകാരികമായ കുറച്ചൊരു അങ്ങനത്തെ ഒരു കലർന്ന ശൈലിയാണ്. അതവിടെ ഇറക്കി വെക്കുന്നത് വരെ ഉണ്ടാവും. വഅലം അന്ന സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂതു ഫി ഹാലി സൈരി മഅൽ ജനാസ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ അദ്കാർ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. വഅലം, നീ മനസ്സിലാക്കണം, അന്ന സ്വവാബ്,
ഏറ്റവും ശരിയായത്. ഷാഫിഈ മദ്ഹബിൽ സ്വവാബ് എന്ന് പറഞ്ഞാൽ ചില പദങ്ങൾക്ക് മുസ്തലഹാത്തുകളാണ്. സ്വവാബ് എന്ന് പറഞ്ഞാൽ അഥവാ മാ യുവാഫിഖുൽ കിതാബ് വസ്സുന്ന എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് മാ യുവാഫിഖുൽ കിതാബ് വസ്സുന്ന, കിതാബിനും സുന്നത്തിനോട് യോജിച്ചത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് പറയില്ല. സ്വവാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, അതൊരു മുസ്തലഹാണ് അവരുടെ ഷാഫി മദ്ഹബില്. വഅലം അന്ന സ്വവാബ്, ഏറ്റവും സ്വവാബായിട്ടുള്ള ശരിയായിട്ടുള്ളത് സലഫുകൾ സ്വീകരിച്ച നിലപാട്, സലഫികൾ നിലനിന്നിരുന്ന നിലപാട് അസ്സുകൂത്ത്, മൗനം പാലിക്കലാണ്. ജനാസന്റെ കൂടെ പോകുമ്പോൾ മനസ്സിലാക്കിക്കോ, ജനങ്ങൾ അധികവും ഇതിനെതിരായിരിക്കും. ജനങ്ങൾ എതിരാണോ എന്ന് നോക്കണ്ട, ഹദീസും സുന്നത്തും എന്താണോ പറയുന്നത് അത് നോക്കിയാൽ മതി. അതാണ് സുന്നത്ത് ഖൈർ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അവരാരും നമ്മൾ പറയുന്ന തെൽക്കീനോ അല്ലെങ്കിൽ കത്തപ്പുര കെട്ടലോ അവിടെ യാസീനോദലോ ഇതൊന്നും ആ ഹദീസ് ലഈഫാണ് എന്ന് അതേ ഗ്രന്ഥത്തിൽ തൊട്ട് 2 പേജ് കഴിഞ്ഞാൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശം അതുമല്ല. ലഖീനു മൗതാക്കും, നിങ്ങളെ മരണപ്പെട്ടവർക്ക് നിങ്ങൾ ഇത് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ ചെയ്ത് കൊടുക്കണം അതിന്റെ അർത്ഥം. ഇനി ഇമാം നബി തന്നെ അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അത് വെച്ചിട്ടാണ്, ഹദീസ് വെച്ചിട്ടാണ് യാസീൻ ഓതുന്നതും കത്തപ്പുര കെട്ടി ഓതുന്നതൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അവരാരും ഈ ബിദ്അത്തുകൾക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കോ കൂട്ടുനിന്ന ആളുകളല്ല. ഇതാണ് നിലപാട്. അതേപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കണം, ഒരുപാട് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. നശ്റുൽ അഖീദത്തി സ്വഹീഹ വ തഅലീമിൻ നാസ്, ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? സ്വഹീഹായ അഖീദ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതും കൂടെ അവരുടെ ഈ ഇതിന്റെ ഭാഗമാണ്, അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണ്. അവരിങ്ങനെ കേട്ടത് കൊണ്ടുനടക്കുന്ന ആൾക്കാരാവൂല, മറിച്ച് അത് ജനങ്ങൾക്ക് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. 6-ാമത്തെ കാര്യം അസ്സബ്റു അലൽ അഖ്വാലി വൽ മുഅ്തഖദാതി വദ്ദഅവ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ, പ്രബോധനം നടത്തുന്ന കാര്യത്തിലും ക്ഷമ ഉൾക്കൊള്ളണം. എന്താ, ഇത് ഉൾക്കൊണ്ടാലും ഇത് പറഞ്ഞാലും എന്തുണ്ടാകും? നല്ല എതിർപ്പും നല്ല പ്രയാസവും നമ്മൾക്കുണ്ടാകും, യാതൊരു സംശയവുമില്ല. മുത്ത് റസൂലുള്ളാഹി അനുഭവിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് രണഭൂമികളോട് അവർ പോയിട്ടുണ്ട്. അഇമ്മത്തുകൾ, ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ചാട്ടവാറടികൾ കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഉമ്മത്തിന്റെ ഇമാമാണ്. നമ്മളൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്. നാട്ടിൽ തൗഹീദ് പറഞ്ഞോ കിട്ടും, കിട്ടും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, അവിടെ ക്ഷമ പാലിക്കലാണ്. ഇങ്ങോട്ടെറിഞ്ഞ അങ്ങോട്ടും എറിയ, അത് അഹ്ലു സുന്നല്ല. ഇങ്ങോട്ട് തെറി വിളിച്ച അങ്ങോട്ടും തെറി വിളിക്കുക, അത് അഹ്ലു സുന്നല്ല. മനസ്സിലായോ? ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ മൗനമായി നിൽക്കുക, ക്ഷമ കൊണ്ടും പുഞ്ചിരി കൊണ്ടും സൽസ്വഭാവം കൊണ്ടും മറുപടി കൊടുക്കുക. അപ്പോൾ അവർ ചിന്തിക്കും. ഇങ്ങോട്ട് എതിർക്കുമ്പോൾ അങ്ങോട്ട് പ്രമാണങ്ങൾ കൊണ്ട് സമീപിക്കുക, ആളുകൾ സ്വീകരിക്കും. അങ്ങനെയാണ് അഹ്ലുസുന്ന വളർന്നത്. അതേപോലെ തന്നെ അൽ ഹിർസു അലൽ ജമാഅത്തി വനബ്ദിൽ ഫുർഖ, എപ്പോഴും ഒരു സംഘമായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒറ്റക്കൊറ്റക്കാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ട്? അലൈക്കും ബിൽ ജമാഅ ഫഇന്നഹാ ഹബ്ലുല്ലാഹി അല്ലദീ ഉമിറ ബിഹി, നിങ്ങൾ എപ്പോഴും ഒരു ജമാഅത്തിന്റെ സംഘത്തിന്റെ കൂടെയാകണം. അഹ്ലുസുന്ന ഒരു സംഘമാണ്. ആ ഒരു സംഘത്തിന്റെ കൂടെ എന്തിനാണ് നമ്മളൊരു സംഘമായി നിൽക്കുന്നത്? അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അത് നമ്മുടെ നാടിന്റെ സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അതൊരു കൂട്ടായ്മയെ, സംഘടനയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പൊതുവെ വലിയൊരു സംവിധാനമായി നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ നാടിനും ഓരോ സാഹചര്യമുണ്ട്. ഇപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇസ്ലാമിക രാജ്യമാണ്, ഇവിടുത്തെ വലിയുൽ അമ്രാണ്, ഇവിടുത്തെ ഭരണാധികാരിയാണ്, ദഅവക്ക് ഉത്തരവാദിത്തമുള്ള ആള്. അത് വളരെ ഭംഗിയായി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വലിയുൽ അമ്രോ നമ്മൾക്ക് നടത്തിയ ഒരാളോ ഇല്ല. പക്ഷെ നമ്മൾക്ക് ദഅവത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഭരണഘടന അത് അനുവദിച്ചു തരുന്നുണ്ട്. അത് വലിയ സംവിധാനങ്ങളും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സംഘടനയായി രജിസ്റ്റർ ചെയ്യൽ. പക്ഷെ ആൾക്കാർ സംഘടന രജിസ്റ്റർ ചെയ്യൂല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ട്രസ്റ്റ് വേണം. പള്ളി ഉണ്ടാക്കാൻ ട്രസ്റ്റ് മതി. കുറേ പള്ളികളുണ്ട്, അതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ കീഴിലേക്ക്, അതല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിലേക്ക് വരുമ്പോൾ ഒരു സംഘടന വേണം. അങ്ങനെ തന്നെയാണ് നമ്മൾ വിസ്തത്തിന്റെ സമയത്ത് ആദ്യം തന്നെ ചെറിയ ട്രസ്റ്റാണ് ഉണ്ടാക്കിയ ദഅവ സമിതി. പോരാ, കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ. എന്തിനാണ്? അത് ദീനിയായിക്കൊണ്ടുകൂടെ നമ്മുടെ ബാധ്യതയാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതൊരു വലിയ കൂട്ടായ്മത്തിന്റെ പിന്നിലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാരുകൾ അതിന് വഴങ്ങേണ്ടി വരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിൽ തിരുത്തേണ്ട സാഹചര്യം വന്നപ്പോൾ മുസ്ലിം കൂട്ടായ്മകൾ ഒന്നിച്ച് തീരുമാനമെടുത്തപ്പോൾ ഒരു പരിധിവരെ അതിന് പരിഹാരം കിട്ടി. നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്കായിട്ട് ആട്ടിൻകൂട്ടങ്ങളെ പോലെ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെന്നായി പിടിക്കും പറഞ്ഞില്ലേ, അത് നമ്മുടെ നാട് അനുവദിച്ചു തരണം. അതുകൊണ്ട് ഒരുപാട് ഫായിദകൾ നമ്മൾക്കുണ്ട്. ദീനിയായിട്ട് തെറ്റൂല. ഒരുപാട് ഫായിദകൾ നമ്മുടെ നാട്ടിൽ ഒരു സംഘടനയായി നിലകൊള്ളുന്നതിന് കൊണ്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇന്ത്യയിൽ പോയാൽ എവിടെ എന്ത് ചെയ്യണം? ഇനി അവിടെ ആദ്യം ചെന്നിട്ട് അവിടെയുള്ള അഹ്ലെ ഹദീസിനെ
നീ എന്ത് ചെയ്യണം? അന്വേഷിക്കണം, അവരുടെ കൂടെ കൂടണം. നീ മിസ്രിൽ ചെന്നാൽ അൻസാർ സുന്നി അന്വേഷിക്കണം, അവരുടെ കൂടെ നിൽക്കണം. സ്വാഭാവികമാണ്, ഒറ്റയ്ക്ക് നിന്നാലും സംഘടന അല്ലാതെ നിന്നാലും സംഘടന ഉണ്ടായി നിന്നാലും ഒക്കെ വ്യക്തികളാണോ പ്രശ്നം ഉണ്ടാവും. സംഘടനക്ക് ആ പ്രശ്നമല്ലേ ഉണ്ടാകും. വ്യക്തികൾ കൊണ്ടു നടക്കുന്ന ഏതൊരു സിസ്റ്റത്തിനും പ്രശ്നം ഉണ്ടാവും. നമ്മളെ പേരിൽ നമ്മളെ മക്കൾക്ക് നമ്മളെ കുറിച്ച് കുറെ വേണ്ടാത്ത അഭിപ്രായങ്ങളില്ലേ? പാപ്പ ആ വിഷയത്തിൽ റെഡി ആകണം, ഈ വിഷയത്തിൽ നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് അഭിപ്രായമല്ലേ ഉണ്ട്. മനുഷ്യന്മാരാണോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ സംഘടനയാണോ അതിൽ വ്യക്തികൾ നടക്കുന്നതാണ്. പക്ഷേ അസലിൽ നിന്ന് തെറ്റിപ്പോകരുത്, ഇത് പ്രധാനമാണ്. അടിസ്ഥാനത്തിൽ നിന്ന് കൂട്ടായ്മ തെറ്റിപ്പോകരുത്. അഖീദയിൽ നിന്ന്, ഫഹ്മു സലഫിൽ നിന്ന് തെറ്റിപ്പോകരുത്. അത് തെറ്റിപ്പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തിരുത്താനും ശരിയാക്കാനും ഹൈറായതും എല്ലാവരും ഒരു കൂട്ടായ്മയായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ തിരുത്താനും നമ്മൾക്ക് ഉപദേശങ്ങൾ നൽകാനൊക്കെ ആളുകൾ ഉണ്ടാകും. ഇനി സംഘടന വേണ്ടാതെ ജീവിക്കാൻ ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ സംഘടന തിന്മയാണ് എന്ന് പറഞ്ഞിട്ട് മസല ഇറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ പണ്ഡിതന്മാർ അനുവദിച്ചു വന്ന കാര്യമാണ്. ഒരു എല്ലാ ആൾക്കാരും നമ്മളെ കിണറ്റിൽ വെള്ളം കുടിക്കണം നമുക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല. എല്ലാ ആളുകളും നമ്മളെ കിണറ്റിൽ തന്നെ വെള്ളം കുടിച്ച് ദാഹം തീർക്കണം? ഇല്ല. കേരളത്തിൽ പക്ഷേ നമ്മൾ അഹ്ലുസുന്നയുടെ മൻഹജിലാണ് നമ്മൾ ഉറപ്പുവരുത്തണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരും പ്രവർത്തിക്കട്ടെ, അവരും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊള്ളട്ടെ. പക്ഷെ അവിടെയും പരസ്പരം സെലഫികൾക്കിടയിൽ എന്ത് ചെയ്യരുത്? മസ്അലകളുടെ പേരിൽ സെലഫികൾ പരസ്പരം കൊമ്പ് കോർക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ നാട് നമുക്കറിയാം. നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെയും പ്രത്യേകിച്ച് അഹ്ലുസുന്നയെ നമ്മുടെ ഭരണകൂടം സൂഫിയത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും അഹ്ലുസുന്നത്തിനെ പരമാവധി ഇടിച്ചിരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ബോധപൂർവം അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10, 12, 15 വർഷമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഇറങ്ങുന്ന സിനിമകളിൽ സൂഫിസം കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കമ്മ്യൂണിസം കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമകളിൽ വരെ മലപ്പുറം അത് തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ അത്തരം സംഗതികളുടെ ഇതാണെന്നുണ്ട്. ഏതൊരു സിനിമ ഇറങ്ങിയാലും അതിലെ വില്ലനും വീരനും ആരായിരിക്കും? അതൊരു എന്താ പറയാ, ഒരു മുസ്ലിം വേഷധാരിയായിരിക്കും, ഒരു മുസ്ലിം പേരുള്ള ഒരു ഹാജി ആയിരിക്കും. ഇത് ബോധപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. 2 രൂപത്തിലാണ് ഒരു സമൂഹത്തെ പ്രതിസന്ധിയിലാക്കാൻ പറ്റുക. ഒന്ന്, അവരുടെ സംസ്കാരത്തെ കലയിലൂടെ ഇടിച്ചു താഴ്ത്തുക. എല്ലാവർക്കും സ്വാധീനിക്കുന്ന രീതിയാണ് കലയിലൂടെ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്താം. 2, ഭരണകൂടം വിചാരിച്ചാൽ പെട്ടെന്ന് ഇടിച്ചു താഴ്ത്താം. ഒരു ഭരണകൂടം വിചാരിച്ചാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി 9 കൊല്ലം ജയിലിൽ കടന്നു. എന്തിന്? അഹ്ലുസുന്നയ്ക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ. ആ ഭരണകൂടം അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. മുണ്ടാ സമ്മതിച്ചിരുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയോട് 3 കൊല്ലം ക്ലാസ് എടുക്കരുതെന്ന് പറഞ്ഞു. 3 വർഷം ഇമാം അഹ്മദ് ഭരണാധികാരി അനുസരിച്ച് ക്ലാസ് എടുക്കാതെ പരിക്കുത്തിരുന്നു. അതിന് വേറൊരു മാതൃക കൂടെ ഉണ്ട്. ഭരണാധികാരി ഒരു കാര്യം പറഞ്ഞാല് അത് കേൾക്കണം. ക്ലാസ് എടുക്കരുതെന്ന് പറഞ്ഞാൽ അത് കേൾക്കണം. എന്തുകൊണ്ട് കേൾക്കണം? അത് മഅസിയത്തല്ല. അത് ആരുത്തരവാദിത്താണ് ക്ലാസ് എടുക്കല്? ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല് ഭരണാധികാരിന്റെ ഉത്തരവാദിത്താണ്. മനസ്സിലായോ? നിസ്കരിക്കരുത് പറഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അത് മഅസിയത്താണ് ഞാൻ ചെയ്യണത്. മറ്റേത് എന്റെ ഉത്തരവാദിത്വം, ഞാൻ റെഡിയാണ്, പക്ഷെ സമ്മതിക്കണില്ല. ഖലാസ്. മനസ്സിലായോ? അപ്പോ ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്തില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാൻ പറയണത് വെച്ചാല്, ഞാൻ അവസാനിപ്പിക്കണം, ചുരുക്കി പറഞ്ഞ ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ മസ്അലകളുടെ പേരിൽ എന്ത് ചെയ്യരുത്? പരസ്പരം തർക്കിക്കരുത്. അഹ്ലുസുന്ന അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അത് വളരെ അപകടം ഉണ്ടാക്കും. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം മാന്യമായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹം പേരിനെ മറന്നുപോയി, അഹ്ലുസുന്നയുടെ വലിയൊരു പണ്ഡിതൻ, അവർക്കിടയിൽ ഇങ്ങനെ ഒരു മസ്അലയുടെ വിഷയത്തിൽ ഒരുപാട് നേരെ തർക്കങ്ങൾ നടന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ ഈ മസ്അലകൾ 2 അഭിപ്രായത്തിലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് സഹോദരന്മാരായി തുടരാൻ ഇതിനൊരു തടസ്സമല്ല. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത്? അൽ മഹബ്ബത്തു വത്തറാഹുമു വത്തആവുനു ഫീമാ ബൈനഹും. അഹ്ലുസുന്നയുടെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹവും ഐക്യവും പരസ്പരം കരുണയും കാരുണ്യവും ഉണ്ടാകുക വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കൂട്ടായ്മയായി നിലനിൽക്കുന്നത്, ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സാഹചര്യത്തിൽ അത് വളരെ ഹൈറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ദീന് സംരക്ഷിക്കപ്പെടാൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, വഖഫ് വിഷയം വന്നു. വഖഫ് വിഷയത്തിൽ മുസ്ലിം കൂട്ടായ്മകളെല്ലാം അഭിപ്രായം പറഞ്ഞു. അതിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സൂംബ ഡാൻസിന്റെ വിഷയം വന്നു, അല്ലേ? സൂംബ വന്നത്രപ്പല്ലല്ലോ. ഞാൻ അധ്യാപകനാണ് സ്കൂളിലെ, അവിടെ ലീവ് എടുത്ത് പോകുന്നതാണ്. എനിക്കറിയാം സ്കൂളിന്റെ സാഹചര്യങ്ങൾ. ഭയങ്കര ആവേശമായിരുന്നു. ആ പ്രശ്നം വന്നു, സർക്കാരിനെതിരെയിൽ ഇതൊരു മതത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് ശക്തമായി പ്രതികരിച്ചു. ഇന്നില്ല, സൂംബല്ല, അതിന്റെ കൂടെ ചർച്ചയില്ല, ഒരു സ്റ്റാഫ് മീറ്റിംഗിൽ ചർച്ചയില്ല, എന്റെ സ്കൂളിലില്ല. അത് തുടങ്ങി എല്ലാ മാസവും അതിങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള
ചർച്ച ചെയ്യാൻ സർക്കാരിനുണ്ടായിരുന്നത്. ഇതൊരു മതവിഭാഗത്തിനെതിരാണ് എന്നുള്ള ഒരു ശക്തമായ ഡിഫൻസ് അവിടെ വന്ന സമയത്ത് സർക്കാർ അവിടെ ഇട്ടു. അപ്പോൾ ഒരു കൂട്ടായ്മയാകുമ്പോൾ നമ്മുടെ ദീനിന് കൂടെ നമ്മൾക്കതിൽ സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ എന്താ പറയുക, ദീനിൻ്റെ കാര്യങ്ങളിൽ പോലും നമ്മൾക്കതിൽ വളരെ വളരെ സ്വാധീനമുണ്ട്. ഏറ്റവും അവസാനം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തറാഹും, പരസ്പരം സ്നേഹം, ഐക്യം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അഹ്ലു സുന്നയുടെ ആളുകൾ മസ്അലകളിൽ വ്യത്യാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. അഖീദന്റെ വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ട് പല വിഷയങ്ങളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായമല്ല ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇന്റെ യാത്രയിൽ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണമായിട്ട് നബി അള്ളാഹുവിനെ നേരിട്ട് കണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സക്കാത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വഹാബിമാർക്കിടയിൽ പല വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഫിഖ് എടുത്താൽ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ 4 ഇമാമുമാരും 4 അഭിപ്രായം പറയണം? എന്തുകൊണ്ടാ? ഒരു ഇങ്ങനെ ഇമാം ഷാഫിക്ക് ഇങ്ങനെ ഒരുക്കുന്നവനെ തോന്നാ അതിൽ ഈ അഭിപ്രായമാണ് ശരി, അതുകൊണ്ട് ഞാൻ എന്ത് പറയാം, അങ്ങനെ തോന്നാ അല്ല. ഞാനിത് പറയണതെന്ന് വെച്ചാൽ നമ്മൾ മസ്അലകൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇമാം ഷാഫി അഭിപ്രായം പറഞ്ഞു, ഈ ഷാഫി എന്തുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു? ഈ അഭിപ്രായം പറഞ്ഞത് വഅലൈഹി അൽ അനസ് വഅലൈഹി ആയിഷ വഅലൈഹി അലി വഅലൈഹി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വഅലൈഹി സൗരി വഅലൈഹി എന്നിട്ട് ഇങ്ങനെ കാണാം. ഈ അഭിപ്രായമാണ് അനസിന്, പിന്നെ ഇമാം മഹദിയായ ആയിഷ ഒക്കെ ഈ അഭിപ്രായം സ്വീകരിച്ച ആൾക്കാരാണ്. അല്ലാതെ ഇവര് സ്വന്തം അഭിപ്രായം പറയണമല്ല. അവർക്ക് പിന്തുണ നൽകി ആ മസ്അലയിൽ സ്വഹാബിമാരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇമാം മാലിക്കിന്റെ വിഷയത്തിൽ സ്വഹാബിമാരുടെ അഭിപ്രായങ്ങളുണ്ട്. മസ്അലകളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും തല്ലൂടിയിട്ടില്ല, അതിന്റെ പേരിൽ പരസ്പരം തെറി വിളിച്ചിട്ടില്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ വിശ്വാസപരമായി വ്യതിചലിച്ചു പോകുന്ന വിഷയങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ നിലപാട് സ്വീകരിക്കണം. രണ്ടും രണ്ടഭിപ്രായമാണ്. മനസ്സിലായോ? രണ്ടും രണ്ടഭിപ്രായമാണ്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഹറമിൽ ചെന്നാല് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ഞാൻ അവസാനിപ്പിക്കട്ടോ, നാട്ടിൽ ചെല്ലുമ്പോൾ പൂർണ്ണത കൊണ്ടേ പറയണം. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങളിപ്പോൾ ഇവിടെ നെഞ്ഞത്ത് ഇങ്ങനെ കെട്ടല്ലേ, നിങ്ങളെ മറ്റേ സുദൈസ് അവിടെ പള്ളമ്മയാണല്ലോ കെട്ടുന്നത്. നമ്മൾ അള്ളാ കുടുങ്ങിയാലോ? കുഴപ്പമില്ല, രണ്ടും ശരിയാണ്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പണ്ട് ആ വിഷയത്തിൽ ഭയങ്കര അടി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം ചിലപ്പോൾ, ഖലാസ്. പക്ഷെ എന്താണ് വിഷയം? കൈ കെട്ടണം എന്നുള്ള വിഷയത്തിൽ എവിടെ കെട്ടണം എന്നുള്ള സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടെ കെട്ടണം എന്നുള്ള വിഷയത്തിലുള്ള ഹദീസുകൾക്കിടയിൽ ചില ആളുകൾ ഓരോരുത്തരും ഓരോ ഹദീസുകൾക്കാണ് അവരുടെ അടുത്ത് സ്വഹീഹായത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അഹ്ലു സുന്നയിൽ അസറിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിനെ പൂർണ്ണമായും പിൻപറ്റുന്ന ആളുകൾ പറയാറുള്ളത് എന്താണ്? വളഅ അലാ സദ്രിഹി, ആ ഹദീസാണ് ഏറ്റവും അസഹായത്. അതുകൊണ്ട് എന്നാൽ മറ്റ് ഹദീസുകൾ അതാണ് ഏറ്റവും, ഹംബലി മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അരികിൽ ആ ഹദീസല്ല, മറ്റേ ഹദീസാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആ ഹദീസിനെ പിൻപറ്റി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യരുത്. എനിക്ക് ഏറ്റവും ബോധ്യപ്പെട്ടതാണ് ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ ഹദീസാണ് സ്വഹീഹ് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? അത് ചെയ്തോട്ടെ, നമ്മളയാളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രശ്നം തീർന്നു. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഹറമിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ചില ആൾക്കാർ മയ്യിത്ത് സമയത്ത് നമ്മൾ ഷാഫി മദ്ഹബിൽ എല്ലായിടത്തും കൈ കെട്ടുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ 4 തക്ബീറുകളിലും കൈ ഉയർത്തും. ഹംബലി മദ്ഹബിൽ 1ാമത്തെ തക്ബീറിൽ കഴിഞ്ഞാൽ പിന്നെ കൈ ഉയർത്തൂല, പിന്നെ സലാം വിട്ടലാണ് മയ്യിത്ത്. മനസ്സിലായോ? ഹറമിൽ ചെന്നാൽ അത് മനസ്സിലാവും മയ്യിത്ത്. എന്തുകൊണ്ടാണ്? 2 രൂപത്തിലും റിവായത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും റാജിഹായതുമായ അഭിപ്രായം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ്. യാതൊരു സംശയമല്ല, ഇമാം ഷാഫിയുടെ അഭിപ്രായമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ ആ നിലപാടെടുത്ത ആൾക്കാരാണ്. മറ്റേത് ചെയ്യാം. പണ്ഡിതന്മാരെ നമ്മളോട് ഹറമിൽ ദർസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു തരും, ചില ആൾക്കാരുണ്ട് അവര് ഇതിന്റെ പേരിൽ തല്ലുകൂടും. ഷെയ്ഖ് സുലൈമാൻ റഹലി ഹഫിദുല്ലാഹ് ഞങ്ങളോട് പറഞ്ഞൊരു വാക്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ശക്തമായി സ്ഥാപിച്ചതും എൻ്റെ തുല്ലാബികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതും എന്താണ്? കൈ ഒറ്റ തക്ബീറത്തിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ പിറ്റേ ദിവസം ദർസിൽ എൻ്റെ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ ത്വാലിബ് ഇതിങ്ങനെ 4 വട്ടം കിട്ടുന്ന കണ്ടപ്പോൾ എൻ്റെ സന്തോഷം വർദ്ധിച്ചു. എന്തുകൊണ്ട്? ഞാനത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവനത് ബോധ്യമായില്ല. അവന്റെ ബോധ്യം അവൻ ഹദീസിനെ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ് എന്ന് കണ്ടപ്പോൾ എനിക്ക് വേണ്ടി അവൻ നിലപാട് മാറ്റിയില്ല. അവന്റെ നിലപാടിൽ തന്നെ നിലപാട് സ്വീകരിച്ചു. ഞാനതിൽ സന്തോഷവാനാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ മസ്അലയിൽ നമ്മൾക്ക് 2 അഭിപ്രായം സ്വീകരിക്കാവുന്ന മസ്അലയുണ്ട്, 2 അഭിപ്രായം സ്വീകരിക്കാൻ പറ്റാത്ത മസ്അലയുണ്ട്. മൗലൂദിന്റെ ചോറ് തിന്നാൻ പറ്റുമോ? ഒറ്റ അഭിപ്രായമുള്ളൂ, പറ്റൂല. മനസ്സിലായോ? ഒറ്റ അഭിപ്രായമുള്ളതിൽ പറ്റൂല. അല്ലെങ്കിൽ പൂജിച്ചൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒറ്റ അഭിപ്രായമുള്ളൂ, പറ്റൂല. നബിദിനത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഒറ്റ അഭിപ്രായമുള്ളൂ, പറ്റൂല. എന്തുകൊണ്ട് പറ്റും? അത് ബിദ്അത്താണ്. ഇത് ബിദ്അത്തല്ല. മസ്അലയിൽ ഇജ്തിഹാദിയായ വിഷയമാണിത്. ഇജ്തിഹാദിയായ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഏതുപോലെ ഒരു നബി അവരെ ബനു ഖുറൈദയിലേക്ക് പറഞ്ഞയച്ചു.
ബനൂ ഖുറൈൽ എത്തിയിട്ട് ഞങ്ങൾ അസ്ർ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പാതി വൈലെത്തിയപ്പോൾ നിസ്കാരത്തിന് സമയമായി. ചില സഹാബത്ത് പറഞ്ഞു, നബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബനൂ ഖുറൈൽ എത്തിയിട്ടേ നിസ്കരിക്കും, ഞാൻ അവിടെ എത്തിയിട്ട് നിസ്കരിക്കുള്ളൂ. ചില സഹാബന്മാർ പറഞ്ഞു അതല്ല, നമ്മൾ വേഗം പോകണം, അസറിന്റെ സമയമാകുമ്പോഴത്തേന് അവിടെ എത്തണം. ബനൂ ഖുറൈൽ എത്തണം എന്നാണ് നബി പഠിപ്പിച്ചത്. ഒരു വഴിയിൽ നിസ്കരിച്ചു, തർക്കായി. രണ്ടൂട്ടി നബിന്റെ അടുത്ത് വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു, രണ്ടൂട്ടിയും സ്വീകരിച്ചു. നബി ഇജ്തിഹാദിനെ അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്ന വ്യതിചലനങ്ങൾ അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതിൽ നിലപാട് സ്വീകരിക്കണം. ഞാൻ ചോറൊന്നും കഴിക്കണില്ല, ഞാൻ അവിടെ നിന്ന് പോയി വല്ലൊന്നും മുഖം കാട്ടിപ്പോരാ, എന്നാൽ പിന്നെ കുടുംബം തെറ്റൂലല്ലോ, പോകാൻ പറ്റൂല. നമ്മളൊരു ബിദഅത്തിന് സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? നമ്മളൊരു ബിദഅത്തിന് 2 വട്ടം പോകാതിരിക്കുമ്പോൾ ഒരാഴ്ച, ഒരു മാസമൊക്കെ ചെറിയ നീരസ് ഉണ്ടാവും. 3-ാമത്തെ വട്ടം ഓർക്ക് ബോധ്യപ്പെടും, പിന്നെ വിളിക്കാതെ ആയി തുടങ്ങും, പിന്നെ അതാകും മാർഗം. അതാണ് ഏത് വിഷയത്തിലുള്ള ഒരു സമീപനം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുടുംബത്തിലുള്ള അതാണ് സമീപനം. ചെറിയ ഇടങ്ങാർക്ക് വിഷയത്തിലുണ്ട്. പക്ഷേ ഒരു കുടുംബകാര്യം വരുന്ന കല്യാണത്തിനോ വളരെ സജീവമായിട്ട് നമ്മളോട് ഇടപെടണം. എല്ലാ വിഷയത്തിലും പോകണം, ഇടപെടാവുന്നതിലൊക്കെ നമ്മൾ ഇടപെടണം. പിന്നെ എനിക്ക് ഇന്നലെ ഹിദായത്ത് കിട്ടി, നാളെ മുതൽ കുടുംബക്കാർ, എളാപ്പി, മൂത്താപ്പി, അമ്മായും ഭാര്യ ഒക്കെ മനഹജ് സലഫിലാകണം, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമല്ല, ആവൂല. മനസ്സിലായോ? എനിക്കാകാൻ എത്ര കാലം കിട്ടിയോ അത്ര കാലങ്ങളിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അളവ് കൊടുക്കണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, അനക്ക് 45-ാമത്തെ വയസ്സ് കിട്ടി, അടുത്ത സുബൈന്റെ ഇശാ ലുഹറിന്റെ ഇടയിൽ എൻ്റെ കുടുംബക്കാരെ മുഴുവൻ ഹിദായത്തിലാണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യൂല? ആകൂല. അനക്കായൊരു സാവകാശ ജോലിക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ പെരുമാറ്റത്തിൽ, മര്യാദ ഇടപാടിലൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു സൗമ്യത നമ്മൾ കാണിക്കണം. നമ്മൾ മൗലൂദിന് പോകണ്ട, പക്ഷേ അതെന്തുകൊണ്ട് എന്ന് വളരെ മാന്യമായി ബോധ്യപ്പെടുത്തണം. നമ്മളെ ഇടപെടൽ കാരണം അവര് പിന്നെ 1 ദിവസം മൗലൂദ് 5 ദിവസമാക്കണ കോലാക്കരുത്. മനസ്സിലായോ? ചിലപ്പോൾ ആവേശമുണ്ട്, സലഫിയത്തിന് സ്വീകരിച്ച് ഒരാവേശം കയറലുണ്ട്. അതാ പറഞ്ഞത് ലാ ഗുലുവ വലാ ജഫ അൽ വസതിയ്യ. അതാണ് വളരെ മിതപ്പെട്ട രൂപം. അത് പെരുമാറ്റത്തിൽ ഒരു സലഫിയത്തുമുണ്ട്, ഒരു വസത്തിയത്തുമുണ്ട്. അത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘമായി നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ 14 പോയിന്റ് എഴുതി കൊണ്ടുവന്നിരുന്നു, പക്ഷെ അതിൽ ആകെ 5 പറഞ്ഞത്. അതിൽ തന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ പറയാൻ സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കും, പക്ഷെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടാവില്ല, നമ്മളെ മനസ്സിലേക്ക് അതല്ലാത്ത ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ പലപ്പോഴും കുറെ അധികരിച്ചത് പറഞ്ഞിട്ട് അതിങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളത് വിഷയം പഠിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവനവന്റെ സ്വർഗ്ഗത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീൻ അനുസരിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.